ഞാൻ സൂം മീറ്റിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ക്രിസ്തുവിലിരിപ്പാൻ ഞാൻ ശരണപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സൂം മീറ്റിംഗ് പലയിടത്തും നടക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സൂം മീറ്റിങ്ങിനകത്ത് വലിയ ദൈവശക്തി വ്യാപരിക്കും. ദൈവത്തിന് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഒന്നും ഒരു വിഷയമല്ല. കർത്താവ് പറഞ്ഞ എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുന്നതിൻ്റെ നടുവിൽ ഞാനുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് വാക്കിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് സൂം മീറ്റിങ്ങിൻ്റെ നടുവിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുവാനുള്ള കാരണം കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ വ്യാധി ഭൂലോകത്തൊക്കെയും വന്നു. ഏകദേശം 2019 അവസാനം 2020, 2021 അതിൻ്റെ സമയങ്ങളായിരുന്നു. ആ സമയത്ത് പല ആലയങ്ങളും അടച്ചിട്ടു, കമ്പനികൾ അടച്ചു. പലർക്കും പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ പല രാജ്യങ്ങളിലായി, പല ദേശങ്ങളിലായി മരിച്ച് അനേകരെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സമയമാണ്. ഞാൻ കുടുംബമായിട്ട് സൗദി അറേബ്യയുടെ ദേശത്ത് ഞങ്ങൾ ജോലിയും ശുശ്രൂഷയൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ആൾക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആ രാജ്യത്ത് വെളിയിൽ ഇറങ്ങണമെങ്കിൽ മിനിസ്ട്രിയുടെ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർമിഷൻ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വൈഫ് നഴ്സാണ്. അപ്പോൾ വൈഫ് ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ശാരീരികമായ ചെറിയൊരു പ്രയാസം. അപ്പോൾ ചെന്ന് ഡോക്ടറെ കണ്ടു. മീൻസ് ഞങ്ങൾക്ക് തന്നെ ഹോസ്പിറ്റൽ മെഡിക്കലുണ്ട്. അവിടെ ചെന്നു ജസ്റ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തു. അന്ന് ലക്ഷങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ, അമേരിക്ക, ഇറ്റലി എന്ന രാജ്യങ്ങളിലൊക്കെ മരിക്കുന്ന സമയമാണ്. അപ്പോൾ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ പോസിറ്റീവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭാരവും പ്രയാസമൊന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ കർത്താവ് നോക്കിക്കേ, നമ്മളെ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടിവിപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് പലയിടത്തും കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. പക്ഷേ എല്ലാ ഏരിയകളും ഫുള്ളായി. മീൻസ് അതെല്ലാം റൂമുകളൊക്കെ ഫില്ലായി പോയതുകൊണ്ട് ഞങ്ങളോട് വീട്ടിൽ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത്യാവശ്യം സൗകര്യമുള്ള വീടാണ്, ചർച്ചും വീടും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ വൈഫ് ഒരു മുറിയിലേക്ക് മാറി നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് അവർ ആ വിവരങ്ങൾ തിരക്കി. അതുകൊണ്ട് ഹസ്ബൻഡിന് പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന, ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് അതിശയമായി തോന്നുകയായിരിക്കാം, വൈഫിന് പോസിറ്റീവായി, ലക്ഷങ്ങൾ മരിക്കുന്നത് ടി വിയിൽ കാണുന്നു, എല്ലാവർക്കും ഭയമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കാരണം മരണത്തിൽ നിന്നും ഒരുവനെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് കൊറോണ പോസിറ്റീവായാലും മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും, സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരവും പ്രയാസമില്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു പ്രയാസം, വൈഫിന് പോസിറ്റീവായല്ലോ തനിച്ചൊരു മുറിയിൽ. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഞാനും ടെസ്റ്റ് ചെയ്യണമെന്ന് ഹെൽത്തിൽ നിന്ന് പറഞ്ഞിരിക്കുക, ചെല്ലുമ്പോൾ ഞാനും പോസിറ്റീവ് ആവണം എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ പലരും കൊറോണ സൗഖ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് കൊറോണ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു മുറിയിലിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ വേറെ റൂമിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് ഞങ്ങൾ ഒരു സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഇരിക്കുകയാണ്. സഭായോഗത്തിന് വേറെ കർത്താവിൻ്റെ ദാസൻ ചുമതലപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് പങ്കുകൊള്ളാൻ പറ്റുകയില്ല. ഞങ്ങളൊരു മുറിയിലിരിക്കുക. അപ്പോൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു വെള്ളിയാഴ്ച വന്നു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് സൂമിലൂടെ
ഞാനും വൈഫും കുഞ്ഞുങ്ങളും മാത്രമായിട്ട് ഒരു സൂം മീറ്റിംഗ് നടത്തി. ഞങ്ങൾ അന്ന് ദൈവത്തെ ആരാധിച്ചു. അന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. ഈ സൂം മീറ്റിങ്ങിനെ അല്പം കൂടെ വിശാലമാക്കണം. എൻ്റെ വീട്ടിലുള്ളവരെ ഒക്കെയും ഇതിനകത്ത് ചേർക്കണം. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ എല്ലാം വിവരം അറിയിച്ചു. നാളെ മുതൽ ഈ സൂം മീറ്റിംഗ് കണ്ടിന്യൂസ് നടക്കുകയാണ്, എല്ലാവരും ജോയിൻ ചെയ്യണം. പലർക്കും സൂം മീറ്റിംഗ് ഇഷ്ടമല്ല, ചിലർ അതിൽ കയറാറില്ല, ചിലർ കയറിയാൽ വീഡിയോയിൽ വരാറില്ല. എനിവേ അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ ഞാൻ സൂം മീറ്റിംഗ് അല്പം വലുതാക്കി. എൻ്റെ വീട്ടിൽ ഒരുപാട് പേർ എനിക്ക് ശേഷം, ഞാനാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായി വിശ്വാസത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും. അപ്പോൾ ആ സാഹചര്യത്തിൽ വീട്ടിലുള്ള ഏകദേശം എല്ലാവരും ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ആ പ്രോഗ്രാം ചെയ്തു. എല്ലാ ദിവസവും വചനം ശുശ്രൂഷിച്ചു, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ചു. സാക്ഷ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു, സാക്ഷ്യങ്ങൾ പറയാൻ അവർക്ക് അവസരം കൊടുത്തു. എൻ്റെ അമ്മ അന്ന് ഏകദേശം ഒരു 84 വയസ്സിനടുത്തുണ്ട്. രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മയും ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അവർ വചനം കേൾക്കുവാൻ തുടങ്ങി. ആ സൂം മീറ്റിങ്ങിൽ എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. എൻ്റെ അമ്മ ആ സൂം മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടു. എൻ്റെ അമ്മ 84 വയസ്സിനടുത്തുള്ള എൻ്റെ അമ്മ സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ഏകദേശം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? ഏകദേശം 89 വയസ്സോളമായി. ഇന്നും ജീവനോടെയുണ്ട്. വളരെ ആത്മസാന്നിധ്യം അനുഭവിച്ച് എൻ്റെ വീട്ടിൽ, കേരളത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹരിപ്പാട് വീട്ടിൽ, കുടുംബ വീട്ടിലുണ്ട്. അപ്പോൾ നോക്കിക്കേ, സൂം മീറ്റിങ്ങിലൂടെയും അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപിയായ ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നടത്തുവാനും, രോഗിയായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാനും, ബലഹീനനെ ബലപ്പെടുത്തുവാൻ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുവാൻ, നോക്കി വീണ് കിടക്കുന്നവനെ കരം പിടിച്ചുയർത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇതിന്റെ നടുവിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ നല്ല സൂം മീറ്റിങ്ങിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാട്ടുപാടി ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ചേർന്ന് ആരാധിച്ച എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധനയുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചതിന് ശേഷം എൻ്റെ ചില സാക്ഷ്യങ്ങളും ദൈവവചനത്തിലേക്കും കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് സമയം പറഞ്ഞിരുന്നു. ഇല്ലെങ്കിലും സാരമില്ല, അല്പസമയമുള്ളതിലും ഒരു വിഷയവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ദൈവം കഴുതയെ പോലും അനുഗ്രഹിച്ച ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കഴുതയെ പോലും മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. ഞാൻ 2 കാര്യം അതിനോടുള്ള ബന്ധത്തിൽ പറയാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോൾ, ആരും വായിക്കണ്ട, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് 1-2 ആശയങ്ങൾ പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 22-ാം അധ്യായത്തിൽ നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതായി നമുക്ക് കാണാം. നിത്യനായ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്. അബ്രഹാം എന്ത് ചെയ്തു? അതിനെ അനുസരിച്ച് വീട്ടിൽ നിന്ന് അധികാലത്ത് എഴുന്നേറ്റ് പുറപ്പെടുന്നതായി നമുക്ക് കാണാം. പക്ഷെ അബ്രഹാമിനോട് ദൈവം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെയും അതിന് വേണ്ടതായ ക്രമീകരണങ്ങളും ചെയ്ത് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അധികാലത്തെ പുറപ്പെട്ട്, ദൈവം തന്നോടാണ് തൻ്റെ മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ യാഗത്തിന് വേണ്ടി 3 ദിവസത്തെ വഴിദൂരമുണ്ട്. അബ്രഹാം 3 ദിവസത്തെ വഴിദൂരം നടന്നു എന്ന് ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതായി നമുക്ക് കാണാം. പക്ഷെ അവിടെ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് നോക്കിക്കേ, 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്ത് ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ പോകുമ്പോൾ അബ്രഹാമിന്റെ കൂടെ നടന്ന ഒന്നാണ് കഴുത. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പോകുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ദൈവം തന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ഓർഡർ, താൻ അതിനുവേണ്ടിയാ പോകുന്നത്. നിത്യനായ ദൈവത്തെ അനുസരിച്ച് യാഗത്തിന് വേണ്ടി പോയ അബ്രഹാമിന്റെ കൂടെ കോപ്പ് തന്റെ മേൽ ഇട്ട് കെട്ടിയെന്ന് എഴുതിയിരിക്കുന്നത്. കഴുതയുടെ മേൽ കോപ്പിട്ട് കെട്ടി. അപ്പോൾ ആരാധനയ്ക്ക്
പോകുന്ന അബ്രഹാമിനെ ആവശ്യമുള്ളത് തോളിൽ ചുമന്ന് അബ്രഹാമിന്റെ കൂടെ നടന്നു പോയ ഒരു കഴുതയെ കണ്ട ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ കഴുത അബ്രഹാമിന്റെ കൂടെ നടക്കുകയാണ്. കുറച്ചിടം ചെന്ന് അബ്രഹാം പറഞ്ഞു, ഇനി ബാല്യക്കാരെ നിങ്ങൾ ഇവിടെ നിൽക്കി, കഴുതയുമായി നിൽക്കി, ഞാൻ പോയി ആരാധന കഴിച്ചു വരാം. പക്ഷേ നോക്കിക്കേ, യാഗം കഴിക്കുവാൻ പോയ അബ്രഹാമിന്റെ കൂടെ നടന്ന ഒരു കഴുതയെ ദൈവം മറന്നില്ല. ദൈവം മറന്നില്ല. പ്രൈസ് ഗോഡ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ എതിരെയുള്ള പട്ടണത്തിൽ ചെല്ലണം. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്ന കാണും. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം. എന്തിനാണ് അഴിക്കുന്നതെന്ന് ചോദിക്കും. അതിനെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയണം. അവര് പുറപ്പെട്ടു. അവരവിടെ ചെന്ന് നോക്കിക്കേ, ആ കഴുതയെ അഴിച്ചുകൊണ്ട് വന്നു. അഴിച്ചുകൊണ്ട് വന്നിട്ട് പ്രൈസ് ലോർഡ് നമുക്ക് കാണാം, എല്ലാവരും വസ്ത്രങ്ങൾ കഴുതയുടെ പുറത്തിട്ടു, കഴുതയുടെ ഫ്രണ്ടിൽ വിരിച്ചു. യേശു വന്ന് കഴുതയുടെ പുറത്ത് കയറി. പ്രൈസ് ലോർഡ്. നോക്കിക്കേ, യേശു വന്ന് കഴുതയുടെ പുറത്ത് കയറി. പ്രൈസ് ഗോഡ്. കഴുതയ്ക്ക് വന്ന മാന്യത ശ്രദ്ധിച്ചോ? എന്താ കാര്യം? കാലങ്ങൾക്ക് മുൻപേ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് യാഗം കഴിക്കുവാൻ പുറപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ കൂടെ നടന്ന ഒരു കഴുതയെ യേശു കർത്താവിന്റെ നാമത്തിൽ മാനിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, കൂടെ നടന്ന കഴുതയെ ദൈവം മാനിച്ചെങ്കിൽ, കൂടെ നടന്ന കഴുതയെ ദൈവം ആദരിച്ചു, മറക്കാതെ ആദരിച്ചെങ്കിൽ, നോക്കിക്കേ, നിങ്ങളുടെ വീട് വിട്ട്, നിങ്ങളുടെ നാട് വിട്ട്, നിങ്ങൾക്കുള്ളതെല്ലാം വിട്ട്, നിന്നയും ദൂഷ്യയും പരിഹാസവും ഒക്കെ അനുഭവിച്ച് ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിയ നിങ്ങളെ ദൈവം ഒരു നാളും മറക്കുകയില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആമേൻ കഴുതയെ മാനിച്ചെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതെല്ലാ പ്രഭുക്കന്മാരുടെ നടുവിൽ വെച്ചും ദൈവം നിങ്ങളെ മാനിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, നോക്കിക്കേ, ആമീൻ, അബ്രഹാമിന്റെ കൂടെ നടന്ന് ഒരു മനുഷ്യനും കാണാതെ പോയ, ഒരു കണ്ണും ശ്രദ്ധിക്കാതെ പോയ ഒരു കഴുതയെ പോലും വിട്ടുകളയാതെ അതിന്റെ സമയത്തിൽ എല്ലാവരും കാണെ അതിന്റെ നടുവിൽ മാനിച്ച ദൈവം ഇന്ന് രാത്രി നമ്മെ മാനിക്കാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആരാധിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ വിട്ടുകളയരുത്. നാം ദൈവത്തെ ധാരാളമായി ആരാധിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. എനിക്ക് ഒരു ഭാര്യയുണ്ട്, പേര് ഷിബി. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തത് മകനാണ്, പേര് ഡാനിയേൽ. ഇളയത് മോളാണ്, പേര് റേമ. ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിൽ ബഥേൽ എജി ചർച്ചിൽ അവിടെയുള്ള ദൈവദാസന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു, സേവിക്കുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ പട്ടണത്തിൽ ദൈവം ഞങ്ങളെ പാർപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനങ്ങളൊക്കെയും ശുശ്രൂഷിക്കുവാൻ, കർത്താവ് നടത്തിയ വിധങ്ങൾ പറയുവാനൊക്കെ ഇങ്ങനൊരു അവസരം ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവജനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് തന്ന ആമേൻ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് 2-3 കാര്യങ്ങൾ ആമേൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനം 30 അതിന്റെ 11-ാമത്തെ വാക്യം. സങ്കീർത്തനം 30 അതിന്റെ 11-ാം വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് നീ എന്നെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ചു എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. അതിന്റെ 12 ഇങ്ങനെയാണ്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു വാക്യമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ വാക്യം ഇന്ന് രാത്രിയിൽ നീ ജനത്തോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ആമേൻ ആ വചനത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്തിലെ വിലാപങ്ങളെ ദൈവം മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഇതിനകത്തിൽ ഇന്ന് രാത്രികാലം പലവിധമായ
വിഷയങ്ങളുടെ നടുവിൽ, ആവശ്യങ്ങളുടെ നടുവിൽ ആമേൻ ഭാരപ്പെടുന്ന, വിലപിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുവാൻ പറഞ്ഞ വചനമാണ്, നിങ്ങളുടെ വിലാപത്തെ ഈ ദിവസങ്ങളിൽ ദൈവം നൃത്തമാക്കി മാറ്റുവാൻ പോവുകയാണ്. നിങ്ങളുടെ രട്ടിനെ ദൈവം അഴിച്ച് നിങ്ങളെ സന്തോഷം ഉടിപ്പിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൂത് പറയുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ ദൈവം വിലാപങ്ങളെ നൃത്തമാക്കും. ഈ ദൈവം രട്ടഴിച്ച് സന്തോഷം മുടിപ്പിക്കും. അത് ഈ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. തിരുവഴുത്തിലിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകുന്നു. ഈ കർത്താവ് മാറാത്തവനായി എന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. 2-3 പേരെ തിരുവഴുത്തിൽ നിന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞ 2-3 പേരെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ. എന്റെയും ചില സാക്ഷ്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ആദ്യം ഒരാളെ ക്രിസ്തുവിൽ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ മടങ്ങി വരാം. നമുക്കറിയാം, ആ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ ജീവിതത്തിലെ മരണത്തിന്റെ ചില അനുഭവങ്ങളെ കർത്താവ് ഇന്ന് രാത്രിയിൽ നീക്കും. ആമീൻ. മരണത്തെ കുറിച്ച് വിചാരിച്ച് ഭാരപ്പെടുന്ന, ആമീൻ, കലങ്ങുന്ന ചിലരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. നീ ഭാരപ്പെടേണ്ട, നീ ഭയക്കേണ്ട, ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട. ആമീൻ. ദൈവം ദീർഘായുസ്സോടെ ആമീൻ നിന്നെ വീണ്ടും നടത്തുന്ന ദൈവം. ഇവിടെ നോക്കിക്കേ, ഈ രാജാവ് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. മരിക്കത്തക്ക രോഗം പിടിപെട്ട ഈ രാജാവിന്റെ അടുക്കൽ താൻ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകൻ ഒരു ആലോചനയുമായി വന്നു. നമുക്കറിയാം, ആലോചനയായി വന്നു. ആലോചന ഇതാണ്: ഹിസ്കിയാ രാജാവേ, നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക. ഇന്ന് രാത്രി ചിലരുടെ ചിന്തകളിൽ, വിചാരങ്ങളിൽ ആമേൻ നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി വ്യാപരിക്കുന്ന ചില ആലോചനകളെ ദൈവം ഇന്ന് രാത്രി ശാസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവപ്രവർത്തികൾ വർദ്ധിക്കുമെന്ന തിരുവെഴുത്ത് പോലെ ചിലരെ ദൈവം ജീവനോടെ ഇരുത്തും. പ്രൈസ്. നിങ്ങളുടെ ചിന്തകളോ നിങ്ങളുടെ വിചാരങ്ങളോ ഒന്നുമല്ല, ഇന്ന് രാത്രി നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില ഭയത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. അത് വിട്ടുമാറട്ടെ. ഇന്ന് രാത്രി പ്രത്യാശ നൽകുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ്. നിന്നെ ആമേൻ നീക്കിക്കളയും, നിന്നെ തുടച്ചുകളയും, നിന്നെ തകർത്തുകളയും. ആമേൻ. നിന്നെ ഇനി കാണുകയില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവിന്റെ കരം ശക്തിയോടെ ഇറങ്ങി വരുന്ന രാത്രിയാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ആലോചന കേൾക്കുമ്പോൾ നാം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യണം കേട്ടോ. വലിയ ദൈവശക്തി വ്യാപരിക്കും. ഞാൻ പ്രസംഗം കേട്ട് പ്രസംഗിക്കുകയല്ല, ഞാൻ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഇത്ര ശക്തമായി പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഈ രാജാവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഹിസ്കിയാവേ, നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൂ, നീ ഇനി ജീവനോടെ ഇരിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ആലോചനയാണ് ദൈവം പറഞ്ഞു വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ എങ്ങനെയാണ് പറയുന്നത്? ആമേൻ. നിന്റെ ഗ്രഹകാര്യം ആമേൻ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. കണ്ടോ, ഇത് പറയുന്നത് ഒരു മനുഷ്യനല്ല, പ്രവാചകൻ മനുഷ്യനാണെങ്കിലും പ്രവാചകന്റെ വായിൽ കൂടെ വരുന്നത് ആമേൻ ദൈവത്തിന്റെ ശബ്ദമാണ്. നമുക്കറിയാം, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ മരിച്ചു പോകും. ചില സാഹചര്യങ്ങളിൽ വളരെ റയറായി തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്കറിയാം, ദൈവം പറഞ്ഞ ചില വാക്കുകളെ ദൈവം മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നോക്കിക്കേ, ദൈവം പറഞ്ഞ ചില കാര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ചില പ്രാർത്ഥനാ വീരന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദേശങ്ങളുടെ മേൽ, ഭവനങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, തലമുറകളുടെ മേൽ നോക്കിക്കേ, ചിലതിനെ നീക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ശക്തരായ വിശ്വാസത്തിൽ ഉറപ്പുള്ള ചിലർ ഇതിനകത്തു നിന്ന് എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്ന് പറയാ, നീ മരിച്ചു പോകും, നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കോളം പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മതിലിന്റെ നേരെ തനിക്ക് സങ്കടമായി തന്റെ ജീവിതത്തിൽ വിലാപത്തിന്റെ അനുഭവം കയറി വരികയാ. നോക്കിയാൽ താൻ വിലപിക്കുന്ന അനുഭവം, താൻ കരയേണ്ടുന്ന കണ്ണുനീരിന്റെ അനുഭവം തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കയറി വരിക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർത്തു, അപ്രതീക്ഷിതമായി നീ വിചാരിക്കാഞ്ഞ ഈ സമയത്തിൽ നിന്റെ ജീവിതത്തിൽ കയറി വന്ന ചില പ്രതികൂലങ്ങളെ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അത് മാനമാക്കി മാറ്റാൻ പോവുക. ഈ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. മുഖം തിരിച്ചിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗം ഒന്ന് പറയാനാണ് നിങ്ങളോട് വന്നത്. പ്രൈസ് ദി ലോർഡ്.
അദ്ദേഹത്തിന് ഭയങ്കര ഭാരമായി, ഭയങ്കര സങ്കടമായി. താൻ നോക്കിക്കേ, തന്റെ മുഖം ഒരു മതിലിന് നേരെ, ചുവരിന് നേരെ തിരിച്ചിട്ട് ദൈവത്തോട് കർത്താവേ, ഞാൻ നിന്റെ മുൻപാകെ, നിന്റെ ആലോചന എനിക്കറിയാം, നീ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും, എനിക്കറിയാം. പക്ഷേ ആമേ നോക്കി, ഞാൻ നിന്റെ മുൻപാകെ നടന്നത് നീ ഒന്ന് ഓർക്കണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നാം നമ്മുടെ വീട് വിട്ടവരാ, നമുക്ക് വേണ്ട പലതും നമ്മൾ വിട്ടിട്ടിറങ്ങിയവരാ. എന്തിനാ ഇറങ്ങിയത്? ആമേൻ, നമ്മുടെ കർത്താവിന്റെ മുഖമൊന്ന് കാണാനാ. ആ പട്ടണത്തിൽ നമുക്കൊന്ന് എങ്ങനെയെങ്കിലും എത്താനാ. ആമേൻ, നോക്കിക്ക്, അവിടെ ദൈവത്തിന്റെ നിത്യതേജസ്സിനകത്ത് ആ മഹത്വം ഒന്ന് പ്രാപിച്ച, ആ മഹത്വത്തിൽ ഒന്ന് യുഗായുഗം വാഴാനാ നമ്മൾ ഇറങ്ങിയ. പ്രൈസ് ഗോഡ്, അല്ലേ? ദൈവത്തിന്റെ മുൻപാകെ ആമേൻ നോക്കിക്കേ, നമ്മുടെ എല്ലാ നടപ്പിലും നാം വിശുദ്ധിയോടെ നടക്കണം കേട്ടോ. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. നമ്മുടെ കർത്താവിനെ കാണാനാ നമ്മൾ ഇറങ്ങിയെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധിയോടെ നടന്നുകൊള്ളണം. അവന്റെ പ്രമാണത്തിനകത്ത് നിൽക്കണം, അവന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കണം, അവന്റെ പ്രമാണത്തെ ചുംബിക്കണം, അവന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. ആമേൻ. ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് നിൽക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. നോക്കിക്കേ, പ്രമാണത്തിനകത്ത് നിൽക്കാൻ നാം അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും കൊടുക്കണം. ആ മനുഷ്യൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? കർത്താവേ, നോക്കിക്കേ, നിന്റെ മുൻപാകെ ഞാൻ നടന്നത് ഓർക്കണം. ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ പ്രാർത്ഥന അങ്ങ് സ്വർഗത്തിൽ ചെന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിന്റെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ശ്രദ്ധിക്കണമേ. നാം വിചാരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ഇങ്ങനെല്ലാം നടക്കുന്നു, ഇത്ര വില മുടക്കുന്നു, ഇതിനൊക്കെ നോക്കിക്കേ, ഇതിന് ഗുണമുണ്ടോ, പ്രയോജനമുണ്ടോ, പലപ്പോഴും എനിക്ക് കഷ്ടമാണല്ലോ, പ്രയാസമാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും, നീ ദൈവത്തിന്റെ മുൻപാകെ സകല നടപ്പിലും നേരോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും നടന്നിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിനകത്തൊരു അനർത്ഥം വരുമ്പോൾ ദൈവം അത് നീതിയായി കണക്കിടുന്ന ദൈവം. പ്രൈസ് ഗോഡ്. അവൻ പറയുക, ഞാൻ നടന്നെന്ന് ഓർക്കണമേ എന്ന് അവന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? എന്റെ ഭാഷയിൽ പറയാം, ദൈവത്തിനൊരു കാൽക്കുലേറ്റർ ഉണ്ട്. ദൈവം അത് എടുത്തിട്ട് ഹിസ്കിയാവ് ദൈവത്തിന്റെ മുൻപാകെ നടന്നതെല്ലാം ദൈവത്തിന്റെ കാൽക്കുലേറ്റർ ഒന്ന് കൂട്ടി നോക്കി. പ്രൈസ് ലോർഡ്. കൂട്ടി നോക്കിയപ്പോൾ ആ കാൽക്കുലേറ്ററിൽ പല കാര്യങ്ങൾ പ്ലസ് 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 അടിച്ച് അവസാനം ഈക്വൽ ടു 15 സംവത്സരം എന്ന് വന്നു. പ്രൈസ് ലോർഡ്. അവൻ നോക്കിക്കേ, ദൈവത്തിന്റെ മുൻപാകെ നടന്ന മനുഷ്യന്റെ നടപ്പിനെ അവൻ കുറിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ലോർഡ്. നിന്റെ അനർത്ഥത്തിൽ, നിന്റെ കഷ്ടതയിൽ, ആമേൻ, നിന്റെ സങ്കടത്തിൽ അത് ദൈവം നിനക്ക് നീതിയായി കണക്കിട്ട് പകരം തരുന്ന ദൈവമാ. ദൈവത്തിന്റെ കാൽക്കുലേറ്ററിൽ ഹിസ്കിയാവ് ആമേൻ അന്നുവരെയും നടന്ന നടപ്പിന്റെ ആമേൻ നോക്കിയേക്ക് കണക്ക് ദൈവം കൂട്ടിയപ്പോൾ 15 സംവത്സരത്തിനുള്ളത് അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സാഹചര്യം ആർക്കെങ്കിലും വന്നാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ നിന്റെ മുൻപാകെ നടന്നത് നോർക്കണമേ. ദൈവം നമ്മൾ നടന്നത് ദൈവത്തിന്റെ കാൽക്കുലേറ്ററിനകത്തൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര ആയുസ് നമുക്ക് ദീർഘമാക്കി തരുവാൻ കാണും? എത്ര ആയുസ്, എത്ര സംവത്സരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കുവാൻ കാണും? ഇന്ന് രാത്രി നാം അതിനെ ശോധന നോക്കിക്കേ. ഇവിടെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുൻപാകെ നടന്നത് ദൈവം ശോധന ചെയ്ത് ദൈവത്തിന്റെ കാൽക്കുലേറ്ററിൽ കൂട്ടിയപ്പോൾ 15 സംവത്സരം അവൻ ഇനിയും ജീവിച്ചിരിക്കാനുള്ള സംഗതി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ്, അവനോട് ചെന്ന് പറ, അവൻ എന്നോട് പറഞ്ഞ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു, അവന്റെ നടപ്പ് ഞാൻ ശോധന ചെയ്തു, 15 സംവത്സരം ഞാൻ അവന് നീട്ടിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നോക്കിക്കേ, ആലോചന തിരിച്ചു വന്ന് പ്രവാചകൻ പറയുമ്പോൾ ആമേൻ അവന്റെ ജീവിതത്തിലെ വിലാപം മാറിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ സന്തോഷിക്കുവാൻ, അവൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മാന്യത അനുഭവിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ കയറി വരുന്ന ഏത് വിലാപത്തിന്റെ അനുഭവങ്ങളെയും മാറ്റുവാൻ, നിനക്ക് മാന്യത നടത്തുവാൻ ഈ ദൈവം കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ കഴിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യേശു കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിക്കേ, ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ധാരാളം സാക്ഷ്യങ്ങൾ പറയണമെന്നുണ്ട്, അതിനുള്ള സാവകാശം ഇല്ല. എങ്കിലും പറയട്ടെ, ശ്രദ്ധിക്കണമേ. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ
ആമീൻ അതിൻ്റെതായ ആചാരപ്രകാരം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാം ധാരാളം ക്ഷേത്രങ്ങളൊക്കെ കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ്. അവിടെ നെയ്യാറുകുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മേജർ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഇരിക്കുന്നതിന്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. ആമീൻ, സ്തോത്രം. നോക്കിക്കേ, അവിടെ ഒരു മേജർ ക്ഷേത്രമുണ്ട്. ഞാൻ ആ മേജർ ക്ഷേത്രത്തിൽ ഞാൻ സെക്രട്ടറിയായും പ്രസിഡന്റായും അവിടുത്തെ കമ്മിറ്റിയിലും ദേവസ്വത്തിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യനാണ്. RSSലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെയും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ അടുത്ത് നിന്ന എൻ്റെ ജീവിതത്തിനകത്തിൽ, എൻ്റെ വീടിനകത്ത് വലിയ പ്രതികൂലങ്ങൾ കയറി വന്ന്, ഞാൻ വേഗത്തിൽ പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു കുടുംബ വീടും കാര്യങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി തീർന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒരു വിസ കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇന്ന് പൈസ വാങ്ങിക്കൊടുത്തു. അതും കൊണ്ട് വാങ്ങിയ ആൾ പോയി. അവസാനം ഞങ്ങൾ കടക്കാരായി. ബന്ധുക്കളും പലരും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ബഹളമുണ്ടാക്കി. ഞങ്ങളുടെ അച്ഛൻ ആ പണം കൊടുക്കാമെന്ന് കയറിയേറ്റു. ഉണ്ടായിരുന്ന വീടും സ്ഥലവും എല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റു. അങ്ങനെ കടങ്ങളെല്ലാം തീർത്തു. ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നൊക്കെ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കുടുംബ വീട് നോക്കിക്കേ, കയറി വന്ന സർപ്പങ്ങളും സർപ്പക്കാവുകളും അതിന്റെ ആചാരങ്ങളും പുള്ളുവൻ പാട്ടും നോക്കി അതിന്റെ ഉത്സവങ്ങളും ഒക്കെ ഉള്ള ഒരു വീടാണ് ഞങ്ങളുടെ വീട്. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിന്ന, അതിന്റെ ആചാരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഞങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് കയറി വന്നു. ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടമായി. വീടിനകത്ത് ബുദ്ധിമുട്ടായി. വീട് വിട്ടിറങ്ങേണ്ടി വന്നു. വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു. സ്തോത്രം. നോക്കിക്കേ, ഞാനാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാത്ത മനുഷ്യൻ. രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോയി നോക്കി അവിടെ കുളിച്ച് നിർമ്മാല്യം തൊഴുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ അമ്പലത്തിനു വേണ്ടി നിൽക്കുന്ന, എൻ്റെ ശരീരവും എൻ്റെ സമയങ്ങളും ചെലവഴിച്ച എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ വീടിനകത്ത് നോക്കിക്കേ, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസമായി. ഒരുപാട് നിരാശകളിലൂടെ കയറിയിറങ്ങേണ്ടി വന്നു. ധാരാളം പേരുടെ പരിഹാസമുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു. നോക്കിയേ, ഞങ്ങൾ ഇത്രത്തോളം ഇതിനു വേണ്ടി നിന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് ജീവനുള്ള ദൈവം? പ്രൈസ്. ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിനകത്തിൽ ഉയരുവാൻ ഇടയായി തീർന്നു. ഞാനൊരു കട നടത്തുന്ന സമയമാണ്, വിശദമായി പറയാൻ സമയമില്ല. രാത്രിയുടെ യാമങ്ങളിൽ കടയുടെ തിന്നക്കിരുന്ന് ഇരുട്ടത്തിരുന്ന് ആരും കാണാതെ ഞങ്ങളുടെ വീടിന്റെ അനുഭവങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളൊക്കെ ഓർത്ത് കരയുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഒരു ടാറ്റ് റോഡിന്റെ സൈഡിൽ ഞങ്ങൾക്ക് കടയുണ്ട്. അവിടെ ഇരുന്ന് കരയുന്നത്, ഇരുട്ടത്തിരുന്ന് കരയുന്ന ഓപ്പോസിറ്റുള്ള വീട്ടിലെ അവരൊക്കെ കേട്ടിട്ട് വെളിയിറങ്ങി വന്ന്, ആരാ ഈ കരയുന്നു, ഇത്ര വായിട്ട് കരയുന്നതെന്നൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ അവരെ ഓടി ഒളിക്കുമായിരുന്നു രാത്രി ഇരുട്ടത്തേക്ക്. അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞങ്ങൾ അമ്പലങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും കൊടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന കുടുംബത്തിനകത്തിൽ സർപ്പ കാവുകളും അതിന്റെ ആചാരങ്ങളും എല്ലാം നോക്കിക്ക് ധാരാളം പണം ചെലവഴിച്ചൊക്കെ നടത്തുന്ന, വർഷങ്ങൾ മുടങ്ങാതെ ഓരോന്നും ചെയ്യുന്ന ഞങ്ങളുടെ വീടിനകത്ത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യം. അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവം എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയർന്നു. ഞാൻ എന്നും ഇരുന്ന് കരയുവാൻ തുടങ്ങി. തിരുവഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു: അവൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ നോക്കിക്കേ, എനിക്ക് യേശുവിനെ അറിയത്തില്ല, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ വിലാപം, എൻ്റെ ജീവിതത്തിലെ എൻ്റെ കരച്ചിൽ, എൻ്റെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം കേട്ടത് വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞില്ല. ബാംഗ്ലൂരിന്റെ പട്ടണത്തിലേക്ക് വരുവാൻ ആ സമയത്ത് ഒരു സാഹചര്യം ഉണ്ടായി. 1997 ഈ സംഭവങ്ങൾ നടക്കുന്നത്. ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് എൻ്റെ ഒരു അളിയൻ കയറി വന്നു. അദ്ദേഹം ഇവിടെ വന്ന് ചില ജോലിയുടെ കാര്യങ്ങൾ ക്രമപ്പെട്ടു. എന്നെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് വന്നു. പ്രൈസ് ഗോഡ്. ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ജോലി ചെയ്യുകയാണ്. ഒരു ഷോപ്പിൽ ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾ ജോലി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തു വരുന്ന സമയത്ത് ബഥേൽ ചർച്ചിൽ നിന്നൊരു സഹോദരൻ, ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ബഥേൽ ചർച്ചിൽ നിന്ന് സഹോദരൻ എൻ്റെ ഇടയ്ക്ക് വന്ന് സുവിശേഷം പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനിടയ്ക്ക് എനിക്കറിയാവുന്ന ഹിന്ദുവിന്റെ ആചാരങ്ങളുടെ എല്ലാ അറിവും വെച്ച് വാദിച്ച് തർക്കിച്ച് അദ്ദേഹത്തെ ഓടിച്ചു. അദ്ദേഹം വീണ്ടും എൻ്റെ അടുക്കൽ വരും. എല്ലാ ദിവസവും വന്ന് സുവിശേഷം പറയും. ഞാൻ എല്ലാ ദിവസവും ഓടിച്ചു വിടും. ഒരു ദിവസം ഒരു തമിഴ്
കർത്താവിന്റെ ദാസൻ എൻ്റെ അടുക്കൽ വന്നേം വെച്ച് തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. ഒരു ബെത്ത ചെയ്യാൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ഒരു ബെഡ് ചെയ്യാൻ വന്നതാണ്. പ്രൈസ് ഗോഡ്. ഞാൻ അദ്ദേഹത്തിന്റെ ഓർഡറുകൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. പക്ഷെ ഞാൻ അതെല്ലാം എതിർത്തു. പ്രൈസ് ഗോഡ്. എന്നാൽ എൻ്റെ അടുക്കൽ വന്ന് ബഥേലിൽ നിന്ന് വന്ന് സുവിശേഷം പറഞ്ഞ സഹോദരൻ പറഞ്ഞ്, സഹോദര, യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകരെന്ന. പ്രൈസ് ലോർഡ്. അവൻ പാപികളെ രക്ഷിക്കാൻ വന്നതാണ്. ബ്രദർ, ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിരുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കും, ഈ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അത് എന്നെ ടച്ച് ചെയ്തു. കാരണം ഞങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നത് ഞങ്ങൾ അവരെയൊക്കെ ചെന്ന് കാണുമ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് വന്നു കാണും. പ്രൈസ് ലോർഡ്. ജീവനുള്ളവർക്കേ നടന്നു വരുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ലോർഡ്. എന്നോട് സുവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ട് ആ സഹോദരൻ പോയി. ഞാൻ വീട്ടിൽ ചെന്നു. രാത്രിയായി. ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഞാൻ കിടക്കാൻ ഭാവിച്ചപ്പോൾ ഈ സഹോദരൻ പറഞ്ഞ കാര്യം ഓർത്തു. സഹോദരൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക, യേശു ജീവിക്കുന്ന ദൈവമാ നിന്റെ റൂമിൽ വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നോക്കിക്കേ, എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ദൈവമെന്ന് പറയുന്നത് സർവശക്തനാണ്. ആകാശവും ഭൂമിയിലുള്ളതെല്ലാം നിർമ്മിച്ച ആളിനെയാണ് ദൈവമെന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആകാശവും ഭൂമിയിലുള്ളതൊക്കെ നിർമ്മിച്ച ഇത്ര സർവശക്തനായ വലിയവനായ ദൈവം ഇത്രയുമുള്ള എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞാൽ അത് എന്ന കാര്യമായി പറയുന്നത് എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പക്ഷേ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിചാരിച്ച്, ഈ സഹോദരൻ പറഞ്ഞതല്ലേ, ഒന്ന് നോക്കാം, പ്രൈസ് ദി ലോർഡ്, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥന അറിയില്ല. ഞങ്ങളുടെ ഇതനുസരിച്ച് ചന്ദനപ്പൂട്ടിട്ട് വല്ലതും കഴിക്കാനിരിക്കും, അമ്പലങ്ങളിൽ പോയി ഉരുളും, ഇതൊക്കെ അറിയത്തുള്ളൂ. മുട്ട നിൽക്കാനും മുട്ടയിലിരിക്കാനും ഒന്നും നമുക്കറിയത്തില്ല. എങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് പ്രയാസമൊന്നും തോന്നരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ ആ നിലകളിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. നാം നിഷ്കളങ്ക ഹൃദയമുള്ളവരാണെങ്കിൽ, നാം നിർമ്മലമായ ഹൃദയമുള്ളവരാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എത്ര ചെറിയവനായാലും പറയട്ടെ, നിന്റെ അടുക്കൽ യേശു വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ച യേശുവേ, ഇങ്ങനെ എൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന യേശുവിനോട്. ഞാൻ പറഞ്ഞു, യേശുവേ, എൻ്റെ പേര് ജയകുമാർ. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എൻ്റെ വീട്. എൻ്റെ അച്ഛൻ്റെ പേര് ജനാർദ്ദനൻ, അമ്മയുടെ പേര് ശാരദ. ഞങ്ങൾ 8 മക്കളാണ്. ഞങ്ങൾ ഇന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലും ഒക്കെ കയറി ഇറങ്ങി നടന്നവരാ. അതുകൊണ്ട് എന്നോട് ഒരു സഹോദരൻ വന്ന് സുവിശേഷം പറഞ്ഞു, യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ അടുക്കൽ വരണം, എനിക്ക് കാണണം എന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ്. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. എന്നിട്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കിടക്കാൻ അന്ന് ഇവിടെ ദിവാനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ കിടക്കുകയാണ്. ഞാൻ കിടക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും പതുക്കെ കിടന്നു പല കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളിങ്ങനെ കണ്ണടഞ്ഞ് ഉറങ്ങിപ്പോകാറുള്ളൂ. ഞാൻ അങ്ങനെ കിടന്നു, പല കാര്യങ്ങൾ ചിന്തിച്ച് എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു വരുമ്പോൾ ഞാൻ കിടക്കുന്ന ബെഡിന്റെ വലത്തുവശത്ത് എൻ്റെ അരികിൽ അജാനുബാഹുവായ ഒരു മനുഷ്യൻ നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ ലൈറ്റ് ഇട്ടു. പ്രൈസ് ഗോഡ്. എനിക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു, എന്താണ് എനിക്ക് തോന്നിയതായിരിക്കും. നാളുകളായി ഞങ്ങളുടെ വീട്ടിലെ നഷ്ടങ്ങളും ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭാരമുണ്ടാക്കിയതാണ്. പ്രൈസ് ലോർഡ്. ഞാൻ നന്നായി ഉറങ്ങിയിട്ട് നാളുകളായി. ഹൃദയം നിറച്ചു ഭാരവും പ്രയാസമാണ്. ശരീരത്തിന് വലിയ ഭാരമാണ്. തലയ്ക്ക് ഭയങ്കര ഭാരമാണ്. ഈ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ആ രാത്രിയിൽ എനിക്ക് അനുഭവിക്കുന്ന ഈ അനുഭവം എനിക്ക് വ്യത്യാസമായി തോന്നി. ഞാൻ വീണ്ടും രണ്ടാമത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഞാൻ ആ കിടക്കയിൽ കിടക്കുകയാണ്. കിടന്നിട്ട് രണ്ടാമതും ഞാൻ കണ്ണടച്ചു വരുമ്പോൾ വീണ്ടും ഞാൻ മുൻപ് കണ്ട അജാനുബാഹുവായ മനുഷ്യൻ വീണ്ടും രണ്ടാമതും എൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ഞാൻ ചാടി എഴുന്നേറ്റ് വീണ്ടും ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എനിക്ക് പേടിയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, ഇത് യേശുവാണോ? ആണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. പ്രൈസ് ഗോഡ്. എന്നെ പേടിപ്പെടുത്തുന്നത് പോലെ വരരുത്. ഞാൻ ഉറങ്ങിയിട്ട് നാളുകളായി, സമാധാനം അനുഭവിച്ചിട്ട് നാളുകളായി. തിരുവെഴുത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമാധാനം. പ്രൈസ് ഗോഡ്. ഇതെനിക്കറിയത്തില്ല വചനങ്ങളൊന്നും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ മൂന്നാമത് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഞാൻ അങ്ങോട്ട് കിടന്നു. ഞാൻ വേഗത്തിൽ കണ്ണടച്ചങ്ങ് ഉറങ്ങിപ്പോയി. നിങ്ങൾക്കറിയാമോ, പ്രഭാതം ആയി. ഞാൻ അങ്ങനെ ഒരു ഉറക്കം
വർഷങ്ങളായി ഉറങ്ങിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രഭാതമായി കണ്ണു തുറന്നു, കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ ചിരിക്കുകയാ. എനിക്ക് ഇരിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് നടക്കണമെന്ന് തോന്നുന്നു, നടക്കുമ്പോൾ ഓടണമെന്ന് തോന്നുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് എന്തോ സംഭവിച്ചു, എന്തോ ഇരുന്ന് വിങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. തിരുവെഴുത്ത് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമായി. എനിക്കങ്ങ് ഞാനങ്ങ് ഭയങ്കരമായി ചിരിക്കുകയാണ്. എൻ്റെ തലയുടെ ഭാരം പോയി, എൻ്റെ ശരീരത്തിന്റെ ഭാരം പോയി, എൻ്റെ ഹൃദയത്തിന്റെ ഭാരം പോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തിരുവെഴുത്തിൽ നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമായ ദൈവമക്കളെ, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനങ്ങ് ചിരിക്കുകയായി. ഞാൻ ഭയങ്കര സന്തോഷമായി. ഞാൻ എൻ്റെ തല തപ്പി നോക്കുന്നു, എൻ്റെ തല ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നോക്കിയപ്പോൾ തല അവിടെ തന്നെ ഉണ്ട്. എൻ്റെ തലയുടെ ഭാരം മാറി, എൻ്റെ ശരീരത്തിന്റെ ഭാരം പോയി. നോക്കിക്കേ, ഞാൻ വെയിറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനായി മാറി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വേഗത്തിൽ ചെന്ന് ഉടുപ്പിട്ടു. നോക്കിക്കേ, എന്നോട് സുവിശേഷം പറഞ്ഞ സഹോദരൻ എൻ്റെ അടുത്തൊരു വീട്ടിൽ റൂമിലാ താമസിക്കാൻ ഓടി ചെന്നപ്പോഴേക്ക് ആ സഹോദരൻ വീട് പൂട്ടി ജോലിക്ക് പോയി കഴിഞ്ഞു. ഞാൻ വേഗത്തിൽ വന്നെന്ന് ശരിക്ക് ഞാൻ കുളിച്ചില്ല, പല്ല് തേച്ചില്ല, മുഖം കഴുകി ഞാൻ റെഡിയായി. ഞാൻ കടയിൽ പോയി. വൈകുന്നേരം വരെ ഒരു ഓർഡർ എടുക്കാതെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് 5 ആകാറായപ്പോൾ ഈ സഹോദരൻ നടന്നു വരുന്നു. ഞാൻ ഓടിച്ചെന്ന് കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ കടയിൽ ഒരു സ്റ്റൂൾ ഇട്ട് അവിടെ ഇരുത്തിയിട്ട് രാത്രിയിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ ആ സഹോദരനോട് ഷെയർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരൻ വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട്, പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് എൻ്റെ കണ്ണിൽ നോക്കി, എൻ്റെ വായിൽ നോക്കി, കണ്ണടയ്ക്കാതെ കേട്ടിരിക്കുകയാ. എല്ലാം കേട്ടിട്ട് ആ സഹോദരൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, അത് യേശുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവിനെ 2 പ്രാവശ്യം എൻ്റെ കണ്ണാലെ കണ്ടിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആലയത്തിൽ പോയി കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നോക്കിയേ, എൻ്റെ വീട്ടിൽ നിന്ന് ഇതിലേക്ക് വരുവാൻ കർത്താവ് എന്നെ ആദ്യം വിളിച്ചു വേർതിരിച്ചു. കർത്താവിനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് സത്യമാണ്, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് പ്രവർത്തിയാൽ ദൈവം തെളിയിച്ചു. അതെന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുക. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങി. എൻ്റെ കൂടെ ഒരാൾ നടക്കുകയാ. ഇന്ന് രാത്രിയിലും ആ ദൈവ സാന്നിധ്യം, തൊടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ തനിച്ചല്ല കേട്ടോ, അവൻ ഇമ്മാനുവേല നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശാക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ചലിക്കുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കൂടെ കർത്താവ് നടക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുവാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ തുടങ്ങി. എന്റെ സാക്ഷ്യം അനേകരോട് ഞാൻ പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നോക്കിക്കുകയും എന്റെ ഇടയ്ക്ക് ഞാൻ അനേകരുടെ സുവിശേഷം പറയുന്നത് കേട്ടൊരു സഹോദരൻ എന്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാൾ അമ്പലത്തിൽ കയറി ഇറങ്ങി നടന്നു, നിങ്ങൾ RSSലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇതെല്ലാം വിട്ട് പെന്തക്കോസ്തേക്ക് പോയോ എന്ന് വന്ന് കടയിൽ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയി. കാരണം യേശു ക്രിസ്തുവിനെ ഞാൻ കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു കിഴവിക്കഥയല്ല. ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ കണ്ണാലെ കണ്ട് എൻ്റെ ശരീരത്തിൽ അവന്റെ ആത്മാവിന്റെ സാന്നിധ്യവും പ്രവൃത്തിയും അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാ. അതുകൊണ്ട് യഹോവ നല്ലവരെന്ന് രുചിച്ചറിവീൻ. ഞാൻ രുചിച്ചറിഞ്ഞവനാ. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ വെച്ച് അദ്ദേഹം വളരെ കോപത്തോടെ ഇറങ്ങിപ്പോയി. അവരൊരു ടീം വർക്കാ ബാംഗ്ലൂർ. ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഞാൻ കേട്ടത്, പുള്ളിക്കാരൻ എൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി ബൈക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് മതിലിന്റെ അടുക്കൽ വെച്ചിട്ട് അദ്ദേഹം വീട്ടിൽ കയറി. രാവിലെ നോക്കിയപ്പോൾ മതിലുരുണ്ട് ബൈക്കിന്റെ മണ്ടയ്ക്ക് വീണ് ബൈക്ക് മൊത്തം പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ മനുഷ്യനെ എന്റെ കടയിൽ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ കർത്താവിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ശക്തിയോടെ നിൽക്കുന്നവളാണോ? നോക്കിക്കേ, നിന്നെ പരിപാലിക്കുവാൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുവാൻ ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്.
നോക്കിക്കേ, അവൻ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. ഇന്ന് രാത്രി കാലം ചിലരുടെ ജീവിതത്തിലെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവപ്രവൃത്തി ഈ രാത്രിയിലും വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വരുമ്പോൾ നാം കാണുന്ന 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജന്മനാ നോക്കി ജനിച്ചപ്പോൾ ഉദരത്തിൽ വെച്ച് മുടന്തനായ ഒരു മനുഷ്യൻ ജനിക്കുകയാണ്. അവനെ എല്ലാവരും ചുമന്ന് എന്നും നോക്കിക്ക് ഒരു വഴിയരിയിൽ കൊണ്ടിരുത്തും. ഈ വഴി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ദാസന്മാർ പോകുന്ന ആലയത്തിലേക്കുള്ള വഴിയാ. ഇതിന്റെ വാതക്കല കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഇവന്റെ കാലിൽ മുടന്ത. ഇവൻ ജനിച്ചപ്പോഴേ അങ്ങനാ ജനിച്ചത്. ഇവന് ശരിയാമണ്ണൊന്ന് നൂറ് നിൽക്കുവാൻ, ഇവനൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ, മറ്റുള്ളവരെ പോലെ നടക്കുവാൻ ഒന്നും അവന് കഴിയത്തില്ല. അവൻ അങ്ങനെ തന്നെ ജനിച്ച മനുഷ്യനാണെന്ന് അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 3-ന്റെ 6, 7, 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, പത്രോസും യോഹന്നാനും അതുവഴി പോവുകയാണ്. അവന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അവരെ നോക്കി. പക്ഷെ അവരടുക്ക ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, നീ ചോദിക്കുന്ന ഒന്നും ഞങ്ങളുടെ കൈവശമില്ല, പക്ഷെ ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങൾ നിനക്ക് തരിക. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ കാലും നരയാണി ഉറച്ച് നോക്കി അവനെ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഭാഗത്തു നിന്ന് പറയട്ടെ, ഇതിനകത്ത് ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. നാളുകളിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് പറയുകയാണ്, നോക്കിക്കേ, ആവശ്യക്കാരന്റെ ആവശ്യമറിഞ്ഞ് അവന് കൈമാറുവാൻ, അവന് കൊടുക്കുവാൻ ചിലത് ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആവശ്യക്കാരന്റെ ആവശ്യം. അവന്റെ കാലിന് മുടന്ത, അവൻ നടക്കത്തില്ല. അവന് വേണ്ടത് നോക്കിക്കേ, അവന്റെ മുടന്തു മാറി ഒരു സൗഖ്യമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നോക്കിക്കേ, ആവശ്യക്കാരന്റെ ആവശ്യം അത് ഏത് വിഷയമായിരുന്നാലും, മുടന്താവട്ടെ, ഉളുക്കാവട്ടെ, കണ്ണിന് കാഴ്ചയില്ലയോ, കാതുകൾ കേൾക്കത്തില്ലയോ, സംസാരിക്കത്തില്ലയോ, തലമുറയില്ലാത്തവരുടെ ജീവിതത്തിൽ ഏത് വിഷയമാകട്ടെ, പ്രൈസ് ദി ലോർഡ്, ആവശ്യക്കാരന്റെ ആവശ്യത്തിന്റെ മേൽ അവർക്ക് പകർന്നു കൊടുക്കുവാൻ ആത്മാവിന്റെ ചില ശുശ്രൂഷകൾ ദൈവം ഈ ദിവസങ്ങളിൽ ചിലരെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മ ദൂത് പറയാം. അതിന് സഹോദരനെന്നോ സഹോദരിയെന്നോ ഒന്നുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കെ. ഈ ദിവസങ്ങളിൽ നീ ചെല്ലുന്ന ഇടത്ത് നോക്കിക്കേ, ചില പിശാചിന്റെ കെട്ടുകളെ അഴിച്ചുവാൻ, ചില അവന്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ ഇന്ന് രാത്രി കാലം ഒരു പ്രത്യേക ദൈവത്തിന്റെ ശക്തി ചിലരുടെ മേൽ ദൈവം അയക്കുക. പ്രൈസ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് പറയാ, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരിക. യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ മുടന്തിൽ ദൈവശക്തി വ്യാപരിച്ചു. പ്രൈസ് ഗോഡ്. അടുത്ത നമ്മൾ ആ വാക്യത്തിൽ തന്നെ കാണുന്ന 8-ാം വാക്യത്തിൽ എത്തുമ്പോൾ നോക്കിക്കേ, അവന്റെ വിലാപത്തിന്റെ അനുഭവം മാറി. എല്ലാവരും നടന്നു പോകുമ്പോൾ അവന് നടക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇന്ന് രാത്രി പറയട്ടെ, പലരും പലതും കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ എനിക്ക് പലതും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവം ചില അത്ഭുത ശുശ്രൂഷയിലേക്ക് നടത്തും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ കരം പിടിച്ചു ഉയർത്തുവാൻ ദൈവം തന്നെ ഉപയോഗിക്കും. വീണ് കിടക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ, നോക്കിയ തകർന്നു പോയ ചില ഭവനങ്ങളെ പണിതെടുക്കുവാൻ നിത്യനായ ദൈവം ഈ ദിവസങ്ങളിൽ ചിലരെ ശക്തീകരിക്കുമെന്ന് ദൈവം ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ എഴുന്നേറ്റു. പിന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആലയത്തിനകത്ത് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിക്കുക. അവന്റെ വിലാപത്തിന്റെ അനുഭവം അവന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാൽ മാറി അവൻ ആലയത്തിൽ നോക്കിക്കേ ദൈവിക സന്തോഷം അനുഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവിനെ നോക്കിക്കേ നാം എങ്ങനെ സേവിക്കണം, ഈ കർത്താവിനെ നാം എങ്ങനെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ചിലരെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ, ചില അത്ഭുത ശുശ്രൂഷകളിലൂടെ നിങ്ങളെ ദൈവത്തിന് നടത്തുവാൻ പദ്ധതിയുണ്ട്. ചിലർ പ്രത്യേകമായി വേർതിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവം നിറയ്ക്കും. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും എന്ന് പറഞ്ഞ ദൈവം ഈ ദിവസങ്ങളിൽ ചിലരെ നിറച്ച് ആത്മശക്തിയോടെ
പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തിയിൽ 2-ാം അധ്യായവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു 120 പേര് അടങ്ങുന്ന ഒരു കൂട്ടം വന്നിരിക്കുകയാണ്. അവര് കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചാ വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നീ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ ആ വാക്കിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. അവർ ആത്മാവിനാൽ നിറയപ്പെട്ടു. അവര് ദേശത്തേക്ക് ഇറങ്ങി, ദേശം ഭയപ്പെട്ടു. അവരുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങി, രോഗാത്മാക്കളെ അവർ ശാസിച്ചു, മരിച്ചവരെ അവർ ഉയർപ്പിക്കുവാൻ ഇടയായി. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ ദിവസങ്ങൾ ചിലരുടെ ജീവിതത്തിനകത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായ പ്രവർത്തികൾ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഒരു കൂട്ടം ദൈവജനത്തെ നമുക്ക് കാണാം. യഹൂദന്മാർ ഒരു കൂട്ടരെ നമുക്ക് കാണാം. ഒരു ശൂഷൻ പട്ടണത്തെ നമുക്ക് കാണാം. നോക്കിക്കേ, യഹൂദന്മാരെ, യഹൂദജനത്തെ കൊന്നുമുടിക്കുമെന്ന് വാദിച്ച് നോക്കിക്കേ ചില തന്ത്രങ്ങൾ മെനയുന്ന ഒരു ഹാമാനെ നമുക്ക് കാണാം. എന്നാൽ അവന്റെ തന്ത്രങ്ങൾക്ക് മീതെ നോക്കിക്കേ ആർക്കും ചലിക്കാൻ കഴിയില്ല. കാരണം അവൻ തന്ത്രപരമായി എഴുതി ഒപ്പിച്ചിരിക്കുന്ന നോക്കിക്കേ പേപ്പറിനകത്ത് സൈൻ വെച്ചിരിക്കുന്ന രാജാവ്. ഇതിന് മാറ്റണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കിക്കേ, അവരുടെ ഭാരമേറിയ വിഷയത്തിനകത്തിൽ അവര് നിലവിളിക്കുവാൻ, അവര് കരയുവാൻ അവരാരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ വിലാപങ്ങൾ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന തലമുറയുടെ വിഷയമാണോ, കുടുംബജീവിതത്തിന്റെ വിഷയമാണോ, ജോലിയുടെ വിഷയമാണോ, സാമ്പത്തിക വിഷയമാണോ, ഏത് വിഷയമാകട്ടെ, നിങ്ങൾക്ക് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ വിലപിക്കേണ്ട ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും കടന്നു പോകുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയാം. നിന്റെ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വന്ന് ചിലതിനെ മാറ്റുവാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ നോക്കിക്കേ, മൊർദെഖായിയും യൂദാ ജനവും എസ്തേറും ഉൾപ്പെടെ ഉപവസിച്ചു. അവര് നോക്കി വെണ്ണീറിലിരുന്നു, അവർ നിലവിളിച്ചു, അവര് ദൈവത്തോട് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമ്മൾ കാണുന്നത് നോക്കിക്കേ, അവർക്ക് വിരോധമായി പലതും എഴുതി ഉണ്ടാക്കിയ ഹാമാനെ ദൈവം നീക്കിയിട്ട് അവരുടെ നിലവിളിക്കൊത്തവണ്ണം ശൂഷൻ പട്ടണം സന്തോഷിക്കുമാറ് അവരുടെ വിലാപങ്ങൾ മാറി അവർ നൃത്തത്തിന്റെ അനുഭവങ്ങളിലൂടെ, സന്തോഷത്തിന്റെ അനുഭവങ്ങളിലൂടെ പോകുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ 3 ഭാഗം നിങ്ങളോട് പറയണമെന്ന് ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞതാ. അല്ലെങ്കിൽ ഒരു ഭാഗത്തിൽ നിന്ന് വിശദമായി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ നോക്കിക്കേ, അനേകർ കർത്താവിനെ അറിയാത്തവരായി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ അതിനുശേഷം എന്റെ വീട്ടിലുള്ളവരെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ശേഷം എന്റെ വീട്ടിലുള്ള ഏകദേശം 95% ആൾക്കാരും വിശ്വാസത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അവരിലെല്ലാം ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. എന്റെ ഒരു ജ്യേഷ്ഠന് വിവാഹം കഴിഞ്ഞ 9 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കയറാവുന്ന അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങി, വീടിനകം പോലും അമ്പലമാക്കി മാറ്റി. ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് നാട്ടിൽ ചെന്നും എന്റെ കൂടെ ഒരു ദൈവദാസൻ, ഒരു കൂട്ടു സഹോദരനുമുണ്ട്. ഒരു 10 ദിവസത്തെ അവധിക്ക് ബാംഗ്ലൂർ നാട്ടിൽ ചെന്നതാ. വീട് അമ്പലമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. അവരാരും വന്ന് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവരുടെ യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും വിളിച്ച് ഞാനും എന്റെ കൂടെ വന്ന ദൈവദാസനും എന്റെ കൂട്ടുസൻ ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷം പറഞ്ഞു. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ തലമുറയില്ലാതെ ഭാരപ്പെടുകയാ, വളരെ സങ്കടത്തിന് അനുഭവത്തിലിരിക്കുക. ചേട്ടത്തിയമ്മ സാറ ചിരിച്ചതുപോലെ ചിരിച്ചു. എന്നാൽ എന്റെ ജ്യേഷ്ഠൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, സഹോദരന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കും, എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എന്ത് ചെയ്തു? ഒരുമിച്ച് 3 പേരും കരം കോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 9 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ മടങ്ങിപ്പോന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഒരു 1.5-2 മാസമായപ്പോൾ ഞാൻ അന്ന് കോൾ സെന്ററിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത്. ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് അവർ പറയാ, ഒരു വിശേഷം പറയാനുണ്ട്, ചേട്ടത്തി അമ്മയ്ക്ക് വിശേഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുവാം. ആമേൻ. നോക്കിയിരിക്കേ, ആമേൻ, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ആമേൻ അബ്രഹാം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിക്കാതെ വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തിപ്പാൻ ശക്തനെന്നുറച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ നമുക്ക് ജീവനില്ലാത്ത ഉദരത്തിനകത്ത് ജീവൻ നൽകി വാഗ്ദത്ത സന്തതിയെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ ആമീൻ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. അവർക്ക് ദൈവം ഒരു പൈതലിനെ, ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. ഇന്ന് അവള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബമായി ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ വന്നു. അവർ കുടുംബമായി കർത്താവിനെ രക്ഷകനും ദൈവമായി സ്വീകരിച്ചു. ഇന്ന് കുടുംബമായി ദൈവത്തെ സേവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. എന്റെ സമയം ഏകദേശം കഴിയാറാവുകയാണ്. ആമേൻ. അതുകൊണ്ട് വളരെ സാക്ഷ്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും എന്റെ സമയത്തിന്റെ ആമേൻ പരിമിതി കൊണ്ട് 11 മണി വരെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 11 മണി വരെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ നടുവിലുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വളരെ ഭാരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ചർച്ചിൽ ചെല്ലുമ്പോൾ ഞാൻ വിശ്വാസത്തിലേക്ക് ഫെബ്രുവരി 1999 ഫെബ്രുവരി 14 ഞാൻ സ്നാനപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. ഏകദേശം ഏപ്രിൽ മാസമായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എല്ലാ വർഷവും നടക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ അന്ന് വിചാരിച്ചു, ആമേൻ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഒന്ന് കൂടണം. പ്രൈസ്. എനിക്ക് ഉപവസിക്കുവാൻ അറിയില്ല, എങ്ങനെയാണ് ഉപവസിക്കുക. ഞാൻ ഇങ്ങോട്ട് കർത്താവിനെ അറിഞ്ഞ് വന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ തീരുമാനിച്ച കർത്താവ് ഒരു 3 ദിവസം ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിക്കുകയാണ്. 21 ദിവസം ഇരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. ആമേൻ. എൻ്റെ ജോലിയുടെ കടയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, അടച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 3 ദിവസം ഉപവസിക്കും. ഉപവാസം കഴിയുന്നതിന്റെ ലാസ്റ്റ് ദിവസം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ അങ്ങനെ 3 ദിവസം ഉപവസിക്കുവാൻ തീരുമാനിച്ചു. 21 ദിവസത്തെ ഉപവാസം നടക്കുമ്പോൾ 18 ദിവസം കഴിഞ്ഞു. 19, 20, 21 ആ 3 ദിവസം ഉപവസിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ഉപവസിക്കണം വ്യക്തമായി അറിയില്ല. എങ്കിലും ഞാൻ ദൈവസന്നിധി തീരുമാനിച്ചു, ഞാൻ 3 ദിവസവും ഭക്ഷണം കഴിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം ഞാൻ വിശ്വാസത്തിൽ വന്ന് ചില മാസങ്ങളായതേ ഉള്ളൂ. എങ്കിലും ഞാൻ തീരുമാനിച്ചു, ഞാൻ 3 ദിവസം ഭക്ഷണം കഴിക്കത്തില്ല, വെള്ളവും കുടിക്കത്തില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവേ, എല്ലാ ദിവസവും രാവിലെ ഒരു ചായ കുടിക്കും, എന്നാൽ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ വെള്ളവും കുടിക്കത്തുള്ളൂ, 3 ദിവസം ഭക്ഷണം കഴിക്കത്തതേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ തീരുമാനമെടുത്തു. ചർച്ചിൽ ചെന്ന് 3 ദിവസം ഉപവസിപ്പാൻ ഇരുന്നു. ആമേൻ. ദൈവജനത്തോടു കൂടെ ഇരുന്നു. എല്ലാവരും നോക്കി ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്നു. വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. 21 ദിവസം ആയി എൻ്റെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ലാസ്റ്റ് ദിവസമായപ്പോൾ ആമേൻ, ആ മീറ്റിങ്ങുകൾ കഴിഞ്ഞു, ആ മെസ്സേജുകൾ തീർന്നു. അന്ന് നാട്ടിൽ നിന്നൊരു കർത്താവിന്റെ ദാസനാണ് വന്നത്, അവിടെ ശുശ്രൂഷിക്കുന്നത്. ആമീൻ. 21 ദിവസം ഉപവാസവും കഴിഞ്ഞു, മെസ്സേജും കഴിഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നമുക്കൊരു പ്രത്യാശാഗാനം പാടാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഒരു ചോദ്യം, 21 ദിവസം ഉപവസിച്ചിട്ട് ഒന്നും കിട്ടാത്തവരായി ആമീൻ ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അവരുടെ കൈ ഉയർത്ത് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനാണെ 3 ദിവസം ഉപവസിച്ചു, 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചതാ. ഞാൻ ഇത്രയും വില മുടക്കി ഉപവസിച്ചു, എനിക്കാണ് ഒന്നും കിട്ടിയില്ല. ഞാൻ ആയിരങ്ങളുടെ നടുവിൽ കൈ ഉയർത്തിയാൽ എല്ലാവരും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ആരും കൈ വെക്കുന്നില്ല, കാരണം എല്ലാവർക്കും എല്ലാം എന്തൊക്കെയോ കിട്ടി. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഒറ്റയ്ക്ക് കൈവൊക്കെ എല്ലാവരും പറയും, ഇവൻ 3 ദിവസം ഉപവസിച്ചു, അല്ലെങ്കിൽ എത്ര ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് ഇവനൊന്നും കിട്ടിയില്ല, ഇവന് ഉപവാസം എന്താ, ഇവന്റെ വിശ്വാസം എന്താ എന്നൊക്കെ ആൾക്കാർ പറയും. എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര സങ്കടമായി, ഭാരമായി. ഞാൻ കൈവൊക്കിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമുക്ക് എല്ലാവരെയും ദൈവം തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്കൊക്കെ വേണ്ടത് ദൈവം തന്നതിനായി സ്തോത്രം, നമുക്കൊരു പ്രത്യാശാനം പാടാമെന്ന് പറഞ്ഞ് പ്രതിഫലം തന്നിടുവാൻ എന്നുള്ള പാട്ട് പാടുവാൻ
ചെയ്യുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രയും മാസങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഉപവസിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. നോക്കിക്കുക. അതുകൊണ്ട് ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ഇതെന്റെ അവസാനത്തെ ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പാട്ടുപാടി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തിനെ ആരാധിക്കുമ്പോൾ ഞാൻ വളരെ സങ്കടത്തോടെ കരഞ്ഞ് നിലവിളിച്ച് ഞാനും കരങ്ങൾ കൊട്ടി ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഇനി ഇതെന്റെ അവസാനത്തെ ആരാധനയാ. ഈ ആരാധനയോട് കൂടി ഞാൻ തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശക്തിയായി കൈയടിക്കുന്നു. എന്റെ കൈയൊക്കെ പൊട്ടുന്നത് എനിക്കറിയാം. ബ്ലഡ് ഇങ്ങനെ രക്തം തെറിക്കുന്നത് എനിക്കറിയാം. അത്ര ശക്തിയോടെ ഞാൻ ദൈവത്തെ കണ്ണടച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കേ, എന്റെ സങ്കടം അറിയുന്ന ദൈവം, എന്റെ ഉള്ളിലെ എന്റെ വിലാപം അറിയുന്ന ദൈവം, പ്രൈസ് ഗോഡ്, ഞാൻ കണ്ണുകൾ അടച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച നോക്കിക്കേ, എന്റെ മുൻപിൽ ഒരു വെളിച്ചം തെളിയുകയാണ്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചമായി നോക്കി ഒരു വെളിച്ചം ശൗലിന്റെ മേൽ മിന്നി. അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു എന്ന് തന്റെ ജീവിത അനുഭവത്തിലൂടെ ഒരു സാക്ഷ്യം ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്തു? നോക്കുമ്പോൾ എന്റെ മുൻപിൽ ഒരു വെളിച്ചം തെളിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വെളിച്ചം കണ്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും കണ്ണടച്ചു. വീണ്ടും ശക്തിയോടെ കരഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ ആരാധിക്കുമ്പോൾ വീണ്ടും അതേ വെളിച്ചം എന്റെ മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചം. പ്രൈസ് ഗോഡ്. ഞാൻ വീണ്ടും കണ്ണു തുറന്നു. ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഞാൻ വിചാരിച്ചു എന്റെ ചിന്തയാണത്, അതെന്റെ ചിന്തയാണത് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കണ്ണടച്ചു. കണ്ണടച്ച് ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വെളിച്ചം വീണ്ടും മിന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തീരുമാനം, ഞാൻ കണ്ണു തുറക്കുകയില്ല. അതെന്റെ ചിന്തയാണെന്ന് കരുതി ഞാൻ വീണ്ടും കണ്ണു തുറന്നില്ല. കണ്ണു തുറക്കാതെ ഞാൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതാ എന്റെ എന്റെ മുൻപിൽ ഉയരത്തിൽ സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചമായി തെളിഞ്ഞു വന്ന പ്രകാശം ഒരു മിന്നല് പോലെ ഉയരത്തിൽ നിന്ന് എന്റെ മേൽ പാസ് ചെയ്തു. ഞാൻ നിന്നിടത്തുനിന്ന് തെറിച്ച് ആത്മശക്തിയോടെ ഞാൻ പുറത്ത് വീഴുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേര് എന്റെ ചുറ്റും കൂടി. അവരൊക്കെ വന്ന് എന്നെ പിടിച്ചു. അവർക്ക് എന്നെ പിടിക്കുവാൻ കഴിയുന്നില്ല. അത്യന്ത ശക്തി. അതുകൊണ്ടാണ് ലേഖനത്തിൽ എഴുതിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് ദൈവത്തിന് ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. നോക്കി, നിന്റെ വിലാപത്തെ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം, നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി എന്റെ നടുവിലുള്ളതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ ജീവിക്കുന്ന ദൈവമെന്ന് എന്റെ ജീവിതത്തിനകത്ത് കണ്ണാലെ കണ്ടും അവന്റെ ആത്മാവിനാൽ അനുഭവിച്ചും നടക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ വിളിച്ച ദൈവത്തിന്റെ മുൻപാകെ നാം ആവോളം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് ദൈവത്തിന് മുൻപാകെ നാം എല്ലാ വഴികളിലും നടക്കണം കേട്ടോ. നമുക്ക് വേണ്ടതായ എല്ലാ വഴികളും വാതിലുകളും തുറക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യബ്ബേസിനെ അറിയാലോ. യബ്ബേസിന്റെ ജീവിതത്തിൽ ഭയങ്കര സങ്കടമായി. തന്നെ നോക്കിക്കേ, അമ്മ ഒരു വ്യസനത്തോടെ പ്രസവിച്ചു. വ്യസനപുത്രൻ എന്ന പേര് യബ്ബേസ് എന്ന് പേരിട്ടു. അവൻ വളരെ ഭാരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഒറ്റ പ്രാർത്ഥന, കർത്താവേ നോക്കിക്കേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചും എന്റെ ആതിരുകൾക്കൊരു വിശാലത നൽകണം. യബ്ബേസ് ചോദിച്ചത് ദൈവം കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ ഇസ്രായേലിന്റെ ദൈവത്തെ നാം ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ശക്തിയോടെ സേവിച്ചാൽ നമ്മുടെ അതിരുകൾക്ക് വിശാലത വരുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തെ സേവിക്കുന്ന ഈ പട്ടണത്തിൽ ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം എന്നോട് വന്ന് പറയുകയാണ്. പ്രൈസ് ഗോഡ്. പ്രവാചകനിലൂടെ ആലോചന പറയുക, ഞാൻ നിനക്ക് വിദേശത്ത് ഒരു യാത്ര ഒരു വഴിയൊരുക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറഞ്ഞു. സാധാരണ ഇങ്ങനൊരു ആലോചന കേൾക്കുമ്പോൾ
ആമീൻ പ്രൈസ് ഗോഡ് എല്ലാവരും ആമീൻ അത് വളരെ ഇഷ്ടമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. പക്ഷെ എന്നെ സംബന്ധിച്ച് ബാംഗ്ലൂർ പട്ടണത്തിൽ വെച്ച് ഞാൻ കർത്താവിനെ അറിഞ്ഞു. അതുകൊണ്ട് ബാംഗ്ലൂർ പട്ടണം വിട്ട് ഇനി എങ്ങും പോവുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ആലോചന പറയുകയാണ്, നിന്നെ ഞാൻ വിദേശത്തേക്ക് കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ഞാൻ എന്ത് ചെയ്തു? ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഇവിടം വിട്ട് എങ്ങോട്ടും പോകണ്ട. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ദൂത് പറയാം. ആമേൻ. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരത്രേ. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ച്, ആമേൻ, നിങ്ങൾക്ക് അവന്റെ പ്രാണൻ കൊടുത്ത് കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇന്ന് രാത്രി അവന്റെ ഉള്ളം കരത്തിൽ ദൈവം നിങ്ങളെ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ കുറിച്ച് വിചാരിച്ച, ദൈവം നിങ്ങളെ കുറിച്ച് കണ്ടിരിക്കുന്ന പദ്ധതിയിൽ, പ്ലാനിൽ ദൈവം കൊണ്ടെത്തിക്കും. പ്രൈസ് ലോർഡ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ശ്രദ്ധിക്കണമേ. ഈ യാക്കോബ്, പ്രൈസ് ഗോഡ്, ഈ യാക്കോബ് പ്രായം ചെന്നു. കാമേൻ സ്തോത്രം. പ്രായം ചെന്നു, വീടിനകത്തിരിക്കുക. പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കര ഭാരം. എന്താണെന്നറിയാവോ? ആമേൻ. തന്റെ മകനായ യോസേപ്പിനെ ഒരിക്കൽ സഹോദരങ്ങളുടെ അടുക്കൽ ഒരു ക്ഷേമം അന്വേഷിക്കാൻ വിട്ടതാണ്. ആമേൻ. പോയ പോക്കിൽ പിന്നെ മടങ്ങി വന്നിട്ടില്ല. യാക്കോബിന് ഭയങ്കര ഭാരമാ അന്ന് തൊട്ടേ. ആമേൻ. തന്റെ വാർദ്ധക്യം, തന്റെ നോക്കിക്കേ, ബലം ക്ഷയിച്ചു തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞു. യോസേപ്പിനെ കുറിച്ച് ഒരറിവുമില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ മിസ്രൈമിൽ ഇരിക്കുന്ന യോസേപ്പ്, പ്രൈസ് ലോർഡ്, അവിടെ നിന്ന് യാക്കോബിന്റെ വീട്ടിൽ നിന്നും, ഞാൻ ആ വിഷയങ്ങൾ, ഞാൻ പറയാൻ വരുന്ന കാര്യം പറയേണ്ടത് കൊണ്ട് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. മിസ്രൈമിൽ യോസേപ്പ് എത്തിയതൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു രഥം അയച്ചു. ഈ യാക്കോബിന്റെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു. യാക്കോബിന് വളരെ ചൈതന്യമുണ്ടായി. എങ്ങോട്ടാ യാത്ര എന്നറിയാമോ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണമേ. മിസ്രൈമിൽ നല്ലൊരു ദേശം കിടപ്പുണ്ട്. ശ്രദ്ധിക്കണം, ചിലരോടുള്ള ദൂത. ഞാൻ അതുകൊണ്ടാണ് വിശദമായി സംസാരിക്കാതെ ആ ഭാഗം മാത്രം പറഞ്ഞു വിടുക. മിസ്രൈമിൽ ഒരു നല്ല ദേശം കിടപ്പുണ്ട്. അതിന്റെ പേരാണ് ഗോശാൻ ദേശം. ഈ ദേശം ദൈവം യാക്കോബിന് വേണ്ടി കരുതി വെച്ചിരിക്കുക. യാക്കോബിനും അവന്റെ മക്കൾക്കും വേണ്ടി കരുതി വെച്ചിരിക്കുക ഈ ഗോശാൻ ദേശം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭൂമി ഉണ്ടായ സമയം മുതലേ ആ ദേശം ദൈവം യാക്കോബിന്റെ പേരെഴുതിയിട്ടിരിക്കുക. യാക്കോബിന്റെ പ്രവാസകാലം ഏകദേശം അവസാനിക്കാറായി. തനിക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ചുള്ള ഭാരമാണുള്ളിൽ. എന്നാൽ ഒരു ദിവസം യോസേപ്പ് ജീവിച്ചിരിക്കുന്ന വർത്തമാനം കേട്ടു. രഥം മിസ്രൈമിൽ നിന്ന് വന്നു. യാക്കോബ് രഥത്തിൽ കയറി മിസ്രൈമിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആമീൻ ഫറവോന്റെ അടുക്കൽ വന്നു. യോസേപ്പിനെ കാണുന്നു. ഫറവോന്റെ അടുക്കൽ ചെല്ലുന്നു. ഫറവോനെ അനുഗ്രഹിക്കുന്നു. യോസേപ്പ് ഫറവോനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, മിസ്രൈമിലെ രാജാവായ ഫറവോൻ യോസേപ്പിനോട് പറയുന്ന കാര്യം, ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല ദേശത്ത് യാക്കോബ് പാർക്കട്ടെ, നിന്റെ അപ്പൻ പാർക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിനകത്തിൽ ഇന്ന് രാത്രികാലം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില രാജ്യങ്ങളിൽ ചില ദേശങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നോക്കിക്കേ, ആമേൻ. മിസ്രൈമിൽ ഏറ്റവും നല്ല ദേശമായ ഗോശാൻ ദേശം ദൈവം യാക്കോബിനും അവന്റെ മക്കൾക്കും വേണ്ടി കരുതി വെച്ചിരിക്കുക. സമയമായപ്പോൾ യാക്കോബിന്റെ ചിന്തകൾക്കപ്പുറമായി യാക്കോബിനെ മിസ്രൈമിൽ കൊണ്ടുപോയി ആമേൻ ഏറ്റവും നല്ല ദേശമായ ഗോശാൻ ദേശത്ത് പാർപ്പിച്ച് രമസേസ് അവകാശമായി കൊടുത്ത്. എങ്കിൽ ഇന്ന് രാത്രികാലം പറയാം, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുകയാണ്, ചിലരുടെ സ്ഥലങ്ങളെ ദൈവം മാറ്റാൻ പോവുക. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോവുക. ചില രാജ്യങ്ങളിൽ, ചില പട്ടണങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചില ദേശങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങളെ കൊണ്ടുപോയി നല്ല ദേശത്ത്, നല്ല പട്ടണത്തിൽ ചില അവകാശങ്ങളെ കയ്യിൽ തന്നെ യാക്കോബിനെ മാനിച്ചതുപോലെ
ആമേൻ. ദൈവം ചിലരെ മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാ. ദൈവത്തിന് സ്തോത്രം. എന്റെ അടുക്കൽ ദൈവാത്മാവ് എന്ന് പറഞ്ഞു, നീ പട്ടണം വിട്ടു പോകണം. ആമേൻ. നിനക്ക് വിദേശത്തേക്ക് ഒരു യാത്ര ഒരുക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഈ പട്ടണം വിട്ട് എനിക്ക് എങ്ങും പോകണ്ട. 2 പ്രാവശ്യം ദൂത് പറഞ്ഞു, 2 പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3-ാം പ്രാവശ്യം ഒരു ദൈവദാസൻ എന്റെ അടുക്കൽ വന്ന് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വിദേശത്തൊരു യാത്ര ഒരുക്കുന്നത് നിന്നോട് 2 പ്രാവശ്യം ഞാൻ ദൂതറിയിച്ചു, പക്ഷെ നീ അതിന് വിരോധമായി നിന്നു. നീ എന്റെ വാക്കിനെ അനുസരിച്ച് പുറപ്പെട്ടില്ലെങ്കിൽ എന്റെ കൈ നിന്റെ മേൽ ഭാരമായി വരുമെന്ന് പറഞ്ഞു. ആ ദൂതിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി, എന്റെ കടയിലെ ഓർഡറുകൾ നിർത്തി, എല്ലാം ക്രമപ്പെടുത്തി. ആമേൻ. ദൈവമാണ് ദൂത് പറഞ്ഞതെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ അനുസരിച്ചോണം കേട്ടോ. അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നന്മയ്ക്കല്ല, അത് തിന്മയായി ഭവിക്കും. ദൈവം പറയുന്ന വാക്കിൽ വിശ്വസിച്ച് പത്രോസ് എന്താ പറഞ്ഞേ? കർത്താവ്, ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചതാണ്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിന്റെ വാക്കിൽ വിശ്വസിച്ച് ആഴത്തിൽ വലയിറക്കിയ പത്രോസിന്റെ വല നിറഞ്ഞു, വള്ളങ്ങൾ നിറച്ചതുപോലെ. ആമേൻ. കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ച് നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കും. ദൈവമാണ് നിങ്ങളോട് ആലോചന പറയുന്നതെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവം തന്നെ. എന്നോട് പറഞ്ഞ ഞാൻ എല്ലാം താഴ്ത്തി, ഓർഡറുകൾ നിർത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അടുത്ത ദിവസം നോക്കിക്കേ, എനിക്ക് ഞാൻ വീട്ടിലേക്ക് കോൾ സെന്ററുകൾ വിളിച്ചോ പറഞ്ഞു, നിന്നെ ഒരാള് വിളിച്ചു, നീ അത്യാവശ്യം നമ്പറിൽ വിളിക്കണം. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ആമേൻ, എന്നോട് നാട്ടിലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ബോംബെയിൽ ഒരു ട്രാവൽസ് നടത്തുന്ന, ആ ട്രാവൽസുമായി കണക്ഷൻ ഉള്ള ഒരു ഏജന്റ് ആണ്, എന്നോട് പറഞ്ഞു ബോംബെയിൽ നിന്നൊരു കോൾ വന്നു. ആമേൻ. നോക്കിക്കേ, ചെയ്യുന്ന സെയിം ജോലിയുടെ വേക്കൻസി സൗദി അറേബ്യയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നമ്പറിലേക്ക് ഫോൺ വിളിച്ചിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ബോംബെ ട്രാവൽസിലേക്ക് ഫോൺ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അതേ ആമേൻ ജോബിന്റെ ഒരു വിസ വന്നിട്ടുണ്ട്, അത് മിനിസ്ട്രിയുടെ വിസയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരേ ഒരു വേക്കൻസിയേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വേഗത്തിൽ കയറി വരണമെന്ന് പറഞ്ഞു. ഞാൻ കിട്ടിയ ബസ്സിന് ടിക്കറ്റ് എടുത്തു. ആമേൻ. കയറിപ്പോയി. വഴിയിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നെങ്കിലും ദൈവമോടെല്ലാം എന്നോട് കൂടെ ഇരുന്ന് ബോംബെയിൽ ചെന്നു. ഞാൻ ആദ്യമായിട്ട് നോക്കിക്കേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാ. അവിടെ ചെന്നു. പ്രൈസ് ഗോഡ്. ഞാൻ അവിടെ ചെന്നു, ആ ട്രാവൽസിലെത്തി, അദ്ദേഹത്തെ കണ്ടു, എന്നോട് പറഞ്ഞ പേപ്പറുകൾ കൊടുത്തു. എന്നോട് പറഞ്ഞ് ഈ പേപ്പർ എല്ലാം മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം ശരിയാണ്, ഇത് ആമേൻ സൗദി ഡിഫൻസിലേക്കുള്ള വിസയാണ്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബോംബെയിൽ ഫാദർ അഗ്നൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ടെസ്റ്റ് അടിക്കണം, അവിടെ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ പോകുക പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകും. എന്നോട് ചോദിച്ചു വർക്ക് അറിയാമോ? ഞാൻ പറഞ്ഞ അല്പമൊക്കെ അറിയാം, എന്നെ ഒന്ന് കൊണ്ടുപോകും. അവരെന്നെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ ഇൻഡസ്ട്രിയൽ, ഭയങ്കര ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടാ ഫാദർ അഗ്നൽ, ഇന്നും അത് അവിടെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ചെന്നു. അവരെനിക്ക് ടെസ്റ്റ് അടിക്കുവാൻ കുറെ കാര്യങ്ങൾ തന്നു. ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ദൈവത്തോട്, കർത്താവേ, എന്നോട് ആലോചന പറഞ്ഞത് നീയാണെങ്കിൽ, ആമേൻ, എന്നെ അയക്കുമെന്ന് പറഞ്ഞത് കർത്താവാണെങ്കിൽ, ആമേൻ, നീ എന്നോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് എന്താ പറഞ്ഞത്? ആമേൻ, ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും. പൗലോസ് എന്താ പറഞ്ഞത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവർ തന്ന കാര്യങ്ങൾ, മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ഇന്ന നിലകളിൽ ചെയ്യുന്ന ദൈവാത്മാവ് എനിക്ക് ആലോചന പറഞ്ഞു തന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞ നിലവാരത്തിൽ ഞാൻ ഓരോന്നും എടുത്തു വെച്ച് ക്രമപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തു തീർത്തു. ആമീൻ. അവിടുന്ന് സൂപ്പർവൈസർ വന്നു, എന്നെ വന്നു നോക്കി. ഞാൻ ചെയ്ത വർക്കും ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല, നേരെ തിരിഞ്ഞുപോയി. ഞാൻ വിചാരിച്ചു, യോ, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തായി? അദ്ദേഹം ഒന്നും മിണ്ടാതെ പോയല്ലോ, ഞാൻ ഫെയിലായോ എന്നൊരു ചിന്ത. ഇന്ന് രാത്രി പറയാം, ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ പരാജയപ്പെട്ടു പോവുകയാണോ എന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുക, നീ പരാജയപ്പെടുകയില്ല. ആമേൻ. ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വിഷയത്തിനകത്ത് നിനക്ക് ജയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ നോക്കാം, ആ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും മുകളിൽ തലപ്പത്തിരിക്കുന്ന കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു മനുഷ്യനും ഒരു കൂട്ടം ആൾക്കാരും ഞാൻ നിൽക്കുന്നിടത്ത് വന്നിട്ട് അവര് ഹിന്ദിയിൽ അവരോട് പറയുകയാണ്, ഈ വർക്ക് നോക്ക്,
ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത പാഴും ശൂന്യമായ മെറ്റീരിയലായിരുന്നു കൊടുത്തിരുന്നത്. ആ മെറ്റീരിയൽ കൊണ്ട് ഇത്ര മനോഹരമായ ഒരു സാധനം ഞങ്ങൾ കൊടുത്തത് ചെയ്ത ഈ വർക്ക് നോക്കാൻ അവിടെ പഠിക്കുന്ന പിള്ളേരോട് പറയുക. അവരെല്ലാവരും വന്ന് അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ആ കോട്ടും സോട്ടും വിട്ട ആള് വന്ന് എന്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് എന്റെ കൈ തന്നിട്ട് പറയുക, നിങ്ങൾ പാസ്സായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ദൈവമാണോ നമ്മളോട് ആലോചന പറഞ്ഞത്? അതിന്റെ മുൻപിൽ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് ദൂത് പറയാ. നമുക്കറിയാം, ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനത്തെ നമുക്കറിയാം അല്ലെ? ഇന്ന് രാത്രിയിൽ നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിലേക്ക് ഈ ദിവസങ്ങൾ ഞാൻ പറയാം, ഒരു വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന ജനം, ഞാനിത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഒന്ന് കയറി പറയട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരു കുപ്പി വെള്ളം ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വെള്ളം സൗദി അറേബ്യയുടെ രാജ്യത്ത് തബൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതിൽ 12 നീരുറവയും 70 ഈന്തപ്പനയും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആ 12 നീരുറവ നേരിട്ട് ചെന്ന് കണ്ട് ആ ഉറവയ്ക്കകത്തുനിന്ന് കോരിയ വെള്ളമാണ്. ഇതിപ്പോ ഏകദേശം എത്ര വർഷമായി? ഒരു 8 വർഷമായ വെള്ളമായത്. 8 വർഷം. ഇന്നും നല്ല ക്ലിയർ വാട്ടർ ആണ്. ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. നല്ല ഒന്നാന്തരം വെള്ളമാണ്. 12 നീരുറവ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം തുറന്നു കൊടുത്ത ആ ഉറവ നേരിട്ട് എന്ന് കണ്ട് ആ ഉറവയ്ക്കകത്തുനിന്ന് കോരിയെടുത്ത വെള്ളമാണ് ഈ കുപ്പിയിലിരിക്കുന്നത്. 8 വർഷത്തിന് മേലെയായി ഈ വെള്ളം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇതിനകത്തിൽ അത്ഭുതം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ പറഞ്ഞു വരുന്ന ഈ കടലിന്റെ, ചെങ്കടലിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ കുറച്ച് ദൂരത്തിലാണ് ഈ ഉറവ ഒഴുകുന്നത്. നമുക്കറിയാം, എൻ്റെ വീട് ഹരിപ്പാടാണ്. നങ്ങ്യാറുളകര കവലയായിരുന്നു ആണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററിന് അപ്പുറത്താണ് തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന കടൽ കിടക്കുന്നത്. എന്നാൽ അവിടെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരം വരെ ആര് കിണർ കുഴിച്ചാലും വെള്ളത്തിന് ഉപ്പുരസമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വെള്ളം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞങ്ങൾ പോയി കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ചെങ്കടലിൽ നിന്ന് കുറെ അല്പം ദൂരെ മാറി 12 നീരുറവ ഒഴുകുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് കടല് കാണാം, കടലിന്റെ അവിടെ നിന്നുകൊണ്ട് ഇതും കാണാം. നോക്കിക്കേ, ഈ ഒഴുകി വരുന്ന വെള്ളം നേരെ ഒഴുകി കടലിലേക്ക് പോവുകയാണ്. പക്ഷെ ഈ വെള്ളത്തിന് ഉപ്പില്ല, കടലിലെ വെള്ളത്തിന് ഉപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെവിടെ നിന്ന് വരുന്നതാ? ദൈവം തന്റെ ജനത്തിനു വേണ്ടി തുറന്ന ഉറവയാ. അന്ന് ഒഴുകാൻ തുടങ്ങിയ ഉറവ ഇന്നും ഒഴുകുകയാ. ദൈവത്തിന് സ്തോത്രം. സൗദി അറേബ്യയിൽ നിന്നൊരു വെള്ളം നാട്ടിൽ വരാറുണ്ട്. അതിന്റെ പേര് സംസം വാട്ടർ എന്നാ. നമുക്കറിയാം. നോക്കിക്കേ, ഹാഗാർ മരുഭൂമിയിൽ ഇസ്മായേലുമായി പോയി തുരുത്തിയിലെ വെള്ളമൊക്കെ തീർന്ന് അവരവിടെ കരത്തിൽ ഉണ്ടായിരുന്നതായ തുരുത്തിയിലെ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, ഭാരപ്പെട്ട് കരയുമ്പോൾ അവരുടെ വിലാപത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ദൈവം അവർക്ക് അവര് നിന്നിടത്ത് ഉറവ തുറന്നു കൊടുത്ത ഉറവ ഇന്നും അവിടെ ഒഴുകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു വഴി തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം എവിടാ വഴി തുറക്കുന്നേ? ദൈവം നിങ്ങൾ നിൽക്കുന്നിടത്ത് വഴി തുറക്കും. ദൂരെ എങ്ങും ഓടണ്ട. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നീ എവിടെ ഇരുന്ന് കരയുന്നു, അവിടെ ദൈവം വഴി തുറക്കുവാൻ ശക്തനാണ്. നിങ്ങൾക്ക് ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ജനം, അവർക്ക് പോകാൻ ഒരു വഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട് മോശെ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുന്നത്, അന്ന് രാത്രിയിൽ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് ദൈവം അടിപ്പിച്ചു. ഒരു കാറ്റ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അന്ന് രാത്രി വഴി തുറന്നു. എവിടെ തുറന്നറിയാമോ? അവരെവിടെ നിന്നു അവിടെ നോക്കിക്കേ വഴി തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ എവിടെ ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, കണ്ണുനീരെടുക്കുന്നു, നിന്റെ സങ്കടം പകരുന്നു, നിന്റെ വീട്ടിലേക്ക് ഈ ദിവസം ചില വഴി തുറക്കുന്ന വർത്തമാനം സ്വർഗത്തിലെ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. അവര് നിന്നിടത്തൊരു കാറ്റടിച്ചു. ചെങ്കടലിലെ വെള്ളം മതിൽ പോലെയും ചിറ പോലെയും നിന്നു. നിലത്തെ ദൈവം സെക്കൻഡുകൾ കൊണ്ട് ഉണക്കി. അവർ ഉണങ്ങിയ നിലത്തൂടെ കടന്നു അക്കരെ ചെന്നു. അവരോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് പോകുവാൻ തടസ്സമായി കിടന്ന ചെങ്കടലിലെ വെള്ളത്തെ അവർ നിന്നിടത്ത് കാറ്റടിച്ച് വഴി മാറ്റി, വഴിയൊരുക്കി,
ഉണങ്ങിയ നിലത്തുകൂടെ അവരെ കൊണ്ടുപോയി വാഗ്ദത്തം പറഞ്ഞ ദേശത്ത് അവരെ കൊണ്ടുപോയി ഉറപ്പിച്ച് മാത്രമല്ല, ദൈവം അവരോടുകൂടെ അവിടെ പാർത്തുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നമ്മോട് ആലോചന പറയുന്ന ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് പാസ്സായി. ഞാൻ അവിടെ നിന്ന് വന്ന് ട്രാവൽസ് കൊണ്ട് ചോദിച്ചപ്പം അതിന്റെ ഡയറക്ടറും എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കുവോ. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ എനിക്ക് വേണ്ടി എല്ലാം സ്റ്റാമ്പ് ചെയ്തു. ഞാൻ വേഗത്തിൽ സൗദി അറേബ്യയിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് ഒരുപാട് അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തിയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, 22 വർഷം ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. ബാംഗ്ലൂർ പട്ടണം വിട്ടു പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചു ഞാൻ പുറപ്പെട്ടു. എനിക്ക് അറബി ഭാഷ അറിയുകയില്ല. ഞാൻ ആ രാജ്യത്ത് ചെന്നു. എയർപോർട്ട് മുതൽ ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, സൗദി അറേബ്യ ഒരു വലിയ എയർപോർട്ടാണ്, കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട്. അനേക ഫ്ലൈറ്റുകൾ ഒരു സമയത്ത് ഇറങ്ങും. ഒരുപാട് കൗണ്ടറുകളുണ്ട്. ഞാൻ ഈ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ഞാൻ അവിടെ ലൈനിൽ ചെന്ന് നിന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു അറബി മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് ചോദിക്കുക, ഹൂ ഈസ് ജയകുമാർ? പ്രൈസ് ഗോഡ്. എന്റെ പേര് ജയകുമാർ എന്നാ. അല്ല, എന്നെ അയച്ചതാരാ? എന്നെ അയച്ചത് കർത്താവാ. പ്രൈസ് ഗോഡ്. ആരാണ് ജയകുമാർ എന്ന് ഉറക്ക ശബ്ദത്തിൽ വിളിക്കുകയാ. പോലീസുകാരെല്ലാം കൗണ്ടറിലിരിക്കുക. ഒരു സൗദി മനുഷ്യൻ വന്ന് വിളിക്കുക. ഞാൻ നോക്കുക, എത്രയോ പേർ നിൽക്കുന്ന ഈ കൂട്ടത്തിന്റെ നടുവിൽ എന്റെ പേർ മാത്രം വിളിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ കൈവക്കി കാണിച്ചു. പ്രൈസ് ലോർഡ്. അദ്ദേഹം എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു. പാസ്പോർട്ട് തരാൻ പറഞ്ഞു, കൊടുത്തു. എന്റെ പിന്നാലെ വരുവാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് ദൂതന്റെ പിന്നാലെ പോയ ധാരാളം പേരുണ്ട്. പ്രൈസ് ലോർഡ്. യേശുവിന്റെ പിന്നാലെ പോയ ശിഷ്യന്മാരുണ്ട്. നോക്കിക്കേ, പിന്നാലെ ചെല്ലുവാൻ പറഞ്ഞു. പിന്നാലെ ചെന്നു. കൗണ്ടറിൽ കൊണ്ട് പാസ്പോർട്ട് കൊടുത്തു. എല്ലാവരും ലൈനിൽ നിൽക്കുകയാണ്. സ്റ്റാമ്പിങ് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിൽ നിന്ന് കൗണ്ടറിൽ കൊടുത്തപ്പോൾ പോലീസുകാരൻ അത് നോക്കിയിട്ട് ഒറ്റ സ്റ്റാമ്പ് ചെയ്തിട്ട് എന്റെ കയ്യിൽ തിരിച്ചു വന്നു പൊയ്ക്കോളാൻ പറഞ്ഞു. ആയിരങ്ങൾ നിൽക്കുന്ന അത്രയും വലിയ എയർപോർട്ടിലെ ജനത്തിന്റെ നടുവിൽ ഞാൻ ആദ്യമായി പുറത്തിറങ്ങി. പ്രൈസ് ലോർഡ്. വെളിയിൽ ചെന്ന് ലഗേജ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ലഗേജ് എടുത്തുകൊണ്ട് ചെന്നപ്പോൾ എല്ലാം സ്കാൻ ചെയ്ത് പുറത്തിറങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു ബൈബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകുന്ന സകല അച്ചാറുകളും വലിച്ചു പൊളിച്ചിറക്കും അവര്. അവിടെ ചെന്ന് ഞാൻ ഈ ലഗേജും കൊണ്ട് ചെന്നും സ്കാൻ ചെയ്യാൻ ഇടാൻ ഭാവിച്ചപ്പോൾ പോലീസുകാർ എന്നോട് ചോദിക്കുക, എന്താ ചെയ്യാൻ പോവാ? ഞാൻ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ. ഒരു സ്കാനിങ്ങും ഇല്ല, എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. എന്റെ ലഗേജുകൾ അവർ സ്കാൻ ചെയ്തില്ല. ഞാൻ അത് എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. നേരെ വെളിയിൽ വന്നപ്പോൾ മനോഹരമായ ഒരു ബസ് കിടക്കുകയാണ്. അത്തരം ബസ്സിൽ ഞാൻ കയറിയിട്ടില്ല. പ്രൈസ് ലോർഡ്. അതുപോലെ ഫുൾ AC, ഭയങ്കര സെറ്റപ്പുള്ള ഒരു ബസ്സാണ്. അത് ജർമ്മനിയുടെ ബസ്സാണ്. എന്നെ അതിൽ കയറ്റി അക്കോമഡേഷനിൽ കൊണ്ടുചെന്ന് ഇറക്കി. അക്കോമഡേഷൻ ഞാൻ ചെന്ന് കണ്ടു. ഒരു ഭയങ്കര വില്ലയാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള വില്ല. പ്രൈസ് ലോർഡ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിയിരിക്കുന്ന വില്ല. ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? പ്രൈസ് ലോർഡ്. ഞാൻ എങ്ങനെ ഈ കർത്താവിനെ ആരാധിക്കുവാതിരിക്കും? ഞാൻ എങ്ങനെ ഈ ദൈവത്തിന്റെ പ്രമാണം വിട്ടുമാറും? ഞാൻ എങ്ങനെ എന്റെ കർത്താവിനെ സാക്ഷ്യം പറയാതിരിക്കും? പ്രൈസ് ലോർഡ്. അവിടെ ചെന്നിറങ്ങി. നിങ്ങൾക്ക് കേൾക്കണമോ? 22 വർഷം മുമ്പ് ഞാൻ പോയ ഹോസ്പിറ്റലിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. അത് മുഴുവൻ ചുറ്റുവട്ടം ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ്. അവിടെ മുഴുവൻ പട്ടാളക്കാരുടെ കാവലാണ്. ഒരുപാട് ടാങ്കറുകൾ ഇട്ടിരുന്നിട്ട് അതിന്റെ നടുക്കൂടെ വേണം ഒരാളിന് ഞങ്ങളുടെ അക്കോമഡേഷനിൽ കയറി വരാൻ, ഹോസ്പിറ്റലിൽ വരുവാൻ. ഇന്നും അങ്ങനെ തന്നെയാ. അവരുടെ ഏരിയക്കകത്ത് പുറത്തുനിന്ന് ഒരു മനുഷ്യന് വന്നു കയറാൻ പറ്റത്തില്ല. മുഴുവൻ ഇങ്ങനെയുള്ള പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ തോക്ക് കണ്ടാൽ നമ്മൾ ഓടും. അവരുടെ ഭാഷയും അവരുടെ ശൈലിയും കണ്ടാൽ നമ്മൾ ഭയപ്പെടും. അങ്ങനെയുള്ള അവിടെ അന്ന് 10:49 വേഗത്തിൽ പറഞ്ഞാൻ ഇരിക്കാം. ശ്രദ്ധിച്ചേ, ഞാൻ അവിടെ ചെന്നു. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ സൗദി അറേബ്യയിലുണ്ട്. അദ്ദേഹം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുക. എന്നോട് പറഞ്ഞു, ബുധനാഴ്ചയാണ് ഞാൻ അവിടെ ചെന്ന്. അന്ന് വ്യാഴം വെള്ളി അവധി. ഇന്ന് അത് വെള്ളി ശനിയാക്കി. അപ്പൊ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം നിനക്ക് അവധിയല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെല്ലാമെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ഒന്നും അറിയാം. ഞാൻ എൻ്റെ അക്കോമഡേഷൻ, ഞാൻ വർക്ക് ചെയ്യേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിൽ മരുഭൂമി ഏരിയയിലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. പുറത്തുനിന്ന് ഒരു മനുഷ്യനും കയറാൻ പറ്റാത്ത നിലവാരത്തിൽ ഉള്ളതായ ക്രമീകരണങ്ങൾ, ഫുൾ ക്യാമറയാ. മുഴുവൻ ഇലക്ട്രോണിക്
ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അതിനകത്തുനിന്ന് ഞാൻ രാവിലെ റെഡിയായി എൻ്റെ അക്കോമഡേഷനിൽ ബസ് വരും. ഓരോ മണിക്കൂർ ഇടവിട്ടും ബസ്സുണ്ട്. ഞാൻ വന്നു, ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ ഒരു ബസ് ഓൾറെഡി പോയി കഴിഞ്ഞു. അടുത്ത ബസ് വരാൻ 1 മണിക്കൂർ എടുക്കും. അത് തന്നെയല്ല, ഈ ബസ് പോകുന്ന ഹോസ്പിറ്റലിലേക്കാ. എനിക്ക് പോകേണ്ടത് ചേട്ടൻ്റെ അടുക്ക പുറത്താണ്. കോമ്പൗണ്ടിന്റെ വെളിയിൽ ചെന്ന് ടാക്സി വിളിച്ച് വേണം പോകാൻ. ഞാൻ ആ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് എൻ്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ പോകണം. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. ഇവിടെ വളരെ വിജനമായ റോഡും സ്ഥലവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാഹനം പോലും അതുവഴി അങ്ങനെ വരത്തില്ല. ആകെ എംപ്ലോയീസിനെ കൊണ്ടുപോകാൻ ബസ് 1 മണിക്കൂർ ഇടവിട്ട് അതാത് അക്കോമഡേഷനിൽ വരും, തിരിച്ച് ഹോസ്പിറ്റലിൽ പോകും. ഈ സാഹചര്യത്തിൽ എനിക്ക് വെളിയിൽ പോകാൻ എനിക്കൊരു വാഹനം വേണം. നിങ്ങൾ എന്ത് ആണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നത്? മരുഭൂമിയിൽ ദൂതൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇതിന്റെ നടുവിൽ വിശ്വസിക്കുവാൻ കഴിയും? അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ ഈ കോമ്പൗണ്ടിന് വെളിയിൽ ഇന്ന സ്ഥലത്ത് പോകാൻ, നസീം എന്നാണ് സ്ഥലം, അവിടെ എത്തണം. അവിടെ ചെന്നാലേ ടാക്സി കിട്ടുകയുള്ളൂ. എനിക്ക് ഒരു വാഹനം അയക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാ മുൻപോട്ടെ. റോഡിൽ കൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ തിരിച്ചു കയറി പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു കയറി. കാരണം കുറച്ചും കൂടെ മുൻപോട്ട് ചെന്നാൽ പട്ടാളക്കാരുടെ ചെക്ക് പോയിന്റ് ആണ്. അവരെന്നെ പിടിച്ചാൽ എനിക്ക് അറബി ഭാഷ അറിയില്ല, എന്റെ കയ്യിൽ ഇക്കാമ ID ഇല്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? മടങ്ങി വന്നു. തിരിച്ചൽപ്പം കഴിഞ്ഞപ്പോൾ ദൈവാത്മാനോട് പറഞ്ഞു, നീ ഇറങ്ങി നടക്കാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി നടന്നു. കോമ്പൗണ്ടിന് വെളിയിൽ ചെന്നു. നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടി ഒരു വാഹനം അയക്കണം. ആ വാഹനത്തിൽ വരുന്നത് ഒരു മലയാളിയായിരിക്കും. കാരണം എനിക്ക് മലയാളമേ അറിയത്തുള്ളൂ. 22 വർഷം മുമ്പ് മരുഭൂമിയുടെ നടുവിൽ ഒരു വാഹനമോ ഒരു വ്യക്തിയോ പുറത്തുനിന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിനകത്തിൽ ഒരു വാഹനം വരണമെന്നും അത് ഓടിക്കുന്ന വ്യക്തി മലയാളി ആയിരിക്കണമെന്നും അദ്ദേഹം എന്നെ കയറ്റി എനിക്ക് എത്തേണ്ടുന്ന നസീം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് എത്തിക്കണമെന്നും പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ഏലിയാവിന്റെ അടുക്കൽ കാക്കി അയച്ച ദൈവത്തിന്, നോക്കി അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാരെ അയച്ച ദൈവത്തിന് ഇന്ന് രാത്രിയിലും നിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിന്നെ വിടുവിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി, ദൈവം എനിക്ക് വേണ്ടി ഒരു വാഹനം അയക്കുന്നുണ്ടോ? ഞാൻ നോക്കുമ്പോൾ ദൂരെ നിന്ന് പൊട്ടുപോലെ എന്തോ കാണുന്നു. അവിടുത്തെ റോഡ് നീണ്ടു നിവർന്ന് കിടക്കുന്ന, കിലോമീറ്റർ സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡുകളാ. സ്തോത്രം. നോക്കിക്കേ, പൊട്ടുപോലെ എന്തോ തോന്നുന്നു. ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ, കർത്താവേ, എനിക്ക് അയച്ച വാഹനമായിരിക്കും വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കും, മുന്നോട്ട് നടക്കും, തിരിഞ്ഞു നോക്കും, മുന്നോട്ട് നടക്കും. അപ്പോൾ ഇത് വലുതായി വരുന്നത് എനിക്ക് മനസ്സിലായി. അതൊരു വാഹനമാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വാഹനം ഓടി വന്നു, എന്റെ സൈഡിൽ കൂടെ ഓടി മുന്നോട്ട് അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് എനിക്ക് വന്ന വാഹനം അല്ലാതിരുന്നോ? ഞാൻ വളരെ വിശ്വസിച്ചു നീ എനിക്കൊരു വാഹനം അയക്കും. ഞാൻ ഇത്ര എൻ്റെ ഉള്ളിൽ ചിന്തിച്ച് ഇങ്ങനെ ഉരുവാടുമ്പോൾ മുന്നിൽ സൈഡിലൂടെ മുൻപോട്ട് പോയ ആ വാഹനം അതൊരു പിക്കപ്പായിരുന്നു. അതവിടെ സ്റ്റോപ്പ് ചെയ്തു, നിർത്തിയിട്ട് അത് റിവേഴ്സ് എടുത്തു. അത് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് മലയാളത്തിൽ, നിങ്ങൾ എവിടെ പോകുന്നു? പ്രൈസ് ഗോഡ്. ഇന്നും നിങ്ങൾ ആ റോഡിൽ നിന്ന് നോക്കിയാൽ അവിടെ ഒരു മനുഷ്യൻ എങ്ങനെ വരുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ആ മരുഭൂമിയുടെ നടുവിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്നെ കൊണ്ടുപോയ ദൈവം ആ മരുഭൂമിയിൽ ഒരു വാഹനം അയച്ചു. മാത്രമല്ല, അത് ഓടിക്കുന്ന ആള് മലയാളി ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നോക്കി, ഒരു മലയാളി എന്നോട് ചോദിക്കുക, എവിടെ പോയി? ഞാൻ ചോദിച്ചു, നിങ്ങൾ മലയാളിയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് മലയാളത്തിലല്ലോ ഇപ്പോൾ സംസാരിച്ച്. ഞാൻ പറഞ്ഞു, അതെ. നിങ്ങൾക്ക് എവിടെ പോകണം എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് നസീം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. പറഞ്ഞു, ഞാൻ നസീമിലോട്ടാ പോകുന്ന, കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ വാഹനത്തിൽ കയറി. ഇന്നും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ കൈകളുണ്ട്. ഞാൻ ആ വാഹനത്തിൽ കയറി. അദ്ദേഹം എന്നെ മുൻപോട്ട് കൊണ്ടുചെന്ന് എക്സിറ്റ് വഴി വെളിയിലിറങ്ങി നസീം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടിറക്കി. എന്നോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു കാർ വരും, അത് കളർ വൈറ്റ് ആയിരിക്കും, അത് ടാക്സി എന്ന് എഴുതിയിരിക്കും, നിങ്ങൾ കൈ കാണിക്കാതെ നിർത്തും, അവരോട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞാൽ മതി, കൃത്യമായി അവിടെ കൊണ്ടുവിടും. ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അവര് പോയി. 22 വർഷം മുമ്പേ ഒരു മനുഷ്യൻ വരാത്ത മരുഭൂമിയിൽ വാഹനം അയച്ച ഒരു ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൽക്കുമ്പോൾ ടാക്സി വന്നു. ഞാൻ കൈ കാണിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കയറ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കൃത്യം ആ സ്ഥലത്ത് ആ ടാക്സി എന്നെ കൊണ്ടെത്തിച്ചു. ഇന്ന് രാത്രികാലം ദൂതന്മാരെ അയച്ച് നിന്നെ കരുതുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ ജയത്തോടെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.